വളർത്തിയെടുത്തതാണ്. അപ്പൊ അള്ളാഹിനെക്കാളും വലുതായി. ഇനി എന്തിനാ ദൈവപുത്രൻ എന്ന് പറയണത്? ദൈവം തന്നെ പറഞ്ഞല്ലപ്പോ. ദൈവപുത്രൻ എന്ന് പറയുന്നത് ഒഴിവാക്കിക്കാളെന്ന് അബൂസീരി പറഞ്ഞത്. അതുകൊണ്ട് ഒഴിവാക്കി ദൈവം തന്നെ പറഞ്ഞു. ഇനി ഒന്നുകൂടി ഫിറ്റായത് കേട്ടോ മഹമൂദ് മാലക്കാരൻ. മീമറ്റ അഹ്മദും ഞാനെന്ന് സ്വന്നോവർ, വീണ്ടും ആയിനറ്റ അറബി ഞാനെന്നോവർ. മീമറ്റ അഹമ്മദ്, അഹമ്മദ് എന്ന് മീമ് പോയാ പിന്നെ എന്താ ഉണ്ടാകുക? അഹദ്, അല്ലാഹു അഹദ്, ഞാൻ ഏകനാണ്, അള്ളാഹു ഏകനാണ്. അതുപോലെ മുഹമ്മദ് നബി ഏകനാണ്. ഏകൻ തന്നെ മുസ്ലിയാക്കന്മാരെ വിചാരം ഒന്നും രണ്ട് പറഞ്ഞ ഒന്നിനാ അല്ല, ഒരിക്കലും വിഭജിക്കാൻ സാധിക്കാത്ത അഹദിയ്യത്തുള്ളവൻ, ഒരർത്ഥത്തിലുമുള്ള ബഹുത്വവും ഇല്ലാത്തവൻ, എല്ലാ അർത്ഥത്തിലുമുള്ള ഏകത്വമുള്ളവൻ ഞാനാണ്. അത് അള്ളാന്റെ റസൂലാണത്രേ. പിന്നെ അറബിന് അയിന് പോയാൽ എന്താ ഉണ്ടാകുക? റബ്ബ്, ഞാൻ റബ്ബാണ് എന്ന് നബി പറഞ്ഞു എന്നാണ്. സുഹൃത്തുക്കളെ, മഹമൂദ് മാലക്കാരൻ വെച്ച് കാച്ചിയതാണ്. അള്ളാന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു നബിയും പറയില്ല, ഒരൊറ്റ മുഅ്മിനും പറയില്ല ഞാൻ റബ്ബാണ്, ഞാൻ അഹദാണ്. അപ്പൊ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് മുഹമ്മദ് നബി ഉയർത്തിക്കാണ്. ശറഫൽ അനാം എന്ന മൗലിദിൽ കാണാം, അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീറു. അപ്പൊ ഒന്നും തിരിയാത്ത കാക്കാമാരുണ്ടാവും. അപ്പൊ ജവാബിയല്ല, ചോറിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തലാട്ടി കൊടുക്കണ്ടേ? സല്ലല്ലാഹു അലാ മുഹമ്മദ്, അങ്ങനെ ജവാബിയല്ലോ. എന്താ പറയുന്നത്? ഈ കൗമിനറിയോ? അബ്ദുകൽ മിസ്കീനു യർജു, നബിയെ നിങ്ങളുടെ ഈ പാവപ്പെട്ട അടിമാൻ. അപ്പൊ നബി ആരായി? അള്ളാഹുവിന്റെ സ്ഥാനത്ത് റബ്ബായി. റബ്ബായാലല്ലേ അബ്ദ് ഉണ്ടാവുള്ളൂ. നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് നബിക്ക് അടിമത്ത സമ്പ്രദായമുള്ള കാലത്ത് നബിക്ക് അടിമകൾ ഉണ്ടായിരുന്നു, അടിമവേല ചെയ്യുന്നവർ. ആ കാലത്തുള്ളവൻ പറഞ്ഞതല്ലത്. 1400 കൊല്ലം കഴിഞ്ഞിട്ട് ഏതോ ഖുറാഫി ഉണ്ടാക്കിയതായി ശറഫൽ അനാം മൗലിദ്. അപ്പൊ ഇന്ന് മൗലിദ് ചെല്ലുന്ന നബിന്റെ അടിമയാ, വേലക്കാരനാ? അല്ല. അപ്പൊ യഥാർത്ഥത്തിലുള്ള റബ്ബും അബ്ദും, എന്നെ കുറിച്ച് നിങ്ങൾ അബ്ദുള്ള അള്ളാന്റെ അടിമാനെ പറയാവൂ എന്ന് പറഞ്ഞിട്ട് ഇവരെന്താക്കിയത്? അള്ളാന്റെ അടിമ എന്ന് പറയുന്നതിന് പകരം എന്താക്കി? അള്ളാഹുവിനെ റബ്ബും നബിയെ റബ്ബും ഇവൻ അള്ളാന്റെ അടിമയായി, അല്ല റസൂലിന്റെ അടിമയുമായി. അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു, അങ്ങയുടെ അങ്ങേയറ്റത്തെ കൃപയും കാരുണ്യവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫീക ഖദ് അഹ്സൻതു ളന്നി, നബിയെ നിങ്ങളെ കുറിച്ചുള്ള എന്റെ ധാരണ, എന്റെ വിശ്വാസം ഞാൻ നന്നാക്കിയിരിക്കുന്നു. ഇത് അള്ളഹാനോടല്ല. യാ ബശീർ യാ നദീർ. ബഷീർ നദീർ എന്ന് അള്ളാഹ്ക്ക് പേരുണ്ടോ? പ്രവാചകന്മാരെ പേരാ അതൊക്കെ. ഈ ലോകത്തിന് മുഴുവനും ബഷീറും നദീറുമായിട്ടല്ലാതെ, മുന്നറിയിപ്പ് നൽകുന്നവനും സന്തോഷം അറിയിക്കുന്നവനുമായിട്ടല്ലാതെ നബിയെ താങ്കൾ നിയോഗിച്ചിട്ടില്ല. സൂറത്ത് സബയിൽ അള്ളാഹു പറഞ്ഞതാണ്. അപ്പൊ ബഷീർ നദീർ എന്ന് പറയുന്നത് അള്ളാന്റെ പേരാ. ആ അള്ളാന്റെ റസൂലിന്റെ പേരാ. ആ റസൂലിനെ വിളിച്ചിട്ടാണ് പറയുന്നത്, നബിയെ നിങ്ങളെ കുറിച്ചുള്ള എന്റെ വിശ്വാസം ഞാൻ നന്നാക്കിയിരിക്കുന്നു, നിങ്ങളുടെ അടിമയായ ഞാൻ. എന്നിട്ട് എന്താ പറയുന്നത്? അപ്പൊ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അപ്പുറത്തെ ജവാബ് ചെല്ലും, ഫാഗിനി എന്നെ സഹായിക്കണം, വാജിർനി എന്നെ രക്ഷപ്പെടുത്തണം, യാ മുജീറ മിനസ് സഈരി, കത്തിക്കരിയുന്ന നരകത്തെ രക്ഷപ്പെടുത്തുന്നവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളോട് പോലും പറഞ്ഞെന്താ അറിയോ? യാ ഫാത്തിമ അൻഖിദി നഫ്സകി മിനന്നാർ, കുഞ്ഞുമോളെ നിന്റെ ശരീരത്തെ നീ തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നാ പറഞ്ഞത്. എന്നിട്ട് നരകത്തെ രക്ഷപ്പെടുത്തവരെ എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ കൊണ്ട് ചില ആളുകൾ ഈ സമുദായത്തെ നരകത്തെ രക്ഷപ്പെടുന്നവരുണ്ട്. പക്ഷേ നബിക്ക് മുജീറു മിനസ് സഈർ എന്നൊരു പേര് സഹാബികൾ ആരും കൊടുത്തിട്ടില്ല, താബീകൾ കൊടുത്തിട്ടില്ല. എന്നിട്ട് മാത്രല്ല, ശിക്ഷയുടെ വാക്ക് സ്ഥിരപ്പെട്ട ആളുകൾ, അവരെ നീ നരകത്തെ രക്ഷപ്പെടുത്തുന്നവരാണോ എന്ന് ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ശിക്ഷയുടെ വാക്ക് ആരുടെ മേൽ സ്ഥിരപ്പെട്ടിരിക്കുന്നുവോ അവരെ നരകത്തെ രക്ഷിക്കാൻ റസൂലുള്ളാഹിക്ക് സാധ്യമല്ല എന്നാണ് ആയത്ത് പഠിപ്പിക്കുന്നത്. എന്നിട്ട് യാ മുജീറു മിനസ് സഈരി, യാ ഗിയാതി, എന്റെ സഹായമേ, യാ മലാദി ഫീ മുലിമാത്തിൽ മൂരി, എനിക്ക് ആപത്തുകൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എന്റെ അഭയസ്ഥാനമേ എന്നാണ്. ഇതുപോലെ സുഹൃത്തുക്കളെ, സുബ്ഹാന മൗലിദ് എന്ന് പറയുന്ന ഒരു മൗലിദുണ്ട്. അത് ആദ്യം മുതൽ അവസാനം വരെ ശിർക്കാണ്. പാലക്കാട് ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിലും തമിഴ്നാട്ടിലുമൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ബഹുമാനത്തോടെ ചെല്ലുന്ന സുബ്ഹാന മൗലിദ്. അതിലെന്താ പറഞ്ഞേ? അന്ത ഗഫാറുൽ ഖതായാ വദുനൂബിൽ മുബിഖാതി അന്ത സത്താറുൽ മസാവി
വമുഖീലുൽ ആതറാതി അന്ത ഗഫാറുൽ ഖതായാ. നബിയേ, നിങ്ങളാണ് പാപങ്ങൾ അതിയായി പൊറുക്കുന്നവൻ. ഗഫാർ എന്ന അല്ലാഹുവിന്റെ സിഫത്ത് റസൂലുള്ളാഹിക്ക് ചാർത്തി കൊടുത്തിരിക്കുകയാണ്. വദ്ദുനൂബിൽ മുബിഖാത്തി, നാശകരങ്ങളായ പാപങ്ങൾ ക്ഷമിക്കുന്നവരും നിങ്ങളാണ്. അന്ത സത്താറുൽ മസാവി, ദോഷങ്ങളെ മൂടിവെച്ച് മാപ്പാക്കുന്നതും നിങ്ങളാണ്. റസൂലിനെ അള്ളാഹിനെ പറ്റി പറഞ്ഞ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു യൗമൽ ഖിയാമ. ഒരു മുസ്ലിമിന്റെ ദോഷം നമ്മൾ മൂടിവെച്ച അള്ളാഹു നമ്മുടെ ദോഷം പരലോകത്ത് മൂടിവെക്കും. ആ സത്താർ എന്ന പദവി യഥാർത്ഥത്തിൽ സിത്തീർ എന്നാണ് പറയേണ്ടതെന്ന് ഹദീസിലുണ്ട്. പക്ഷെ ഹദീസ് പഠിച്ചോന്നല്ലോ ഈ മൗലിദും മാലിയൊക്കെ ഉണ്ടാക്കുന്നത്. അവരെഴുതി വിട്ടിക്ക സത്താറുൽ മസാവി എന്ന് മാത്രമല്ല, തെറ്റുകൾ ചെയ്താൽ നമ്മളൊക്കെ പറയുന്നതാ, റസൂൽ നമ്മളെ പഠിപ്പിച്ചത് എന്താ? അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം എന്നല്ലേ? യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു, മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവീൻ, അവനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുവീൻ. ഫഇന്നി അതൂബു ഫിൽ യൗമി മിഅത മറ, ഒരു ദിവസത്തിൽ 100ഓളം തവണ ഞാൻ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നുണ്ട്. സമസ്തയുടെ 7ാം ക്ലാസ്സിലെ മദ്രസയിൽ ഇമാം നബവിയുടെ റിയാദുസ് സാലിഹീൻ പഠിപ്പിക്കുന്നില്ലേ? അതിലുള്ള ഹദീസല്ലേ ഇത്? ഇമാം മുസ്ലിം ഉദ്ധരിച്ചതല്ലേ? അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാനും അവനോട് പാപങ്ങൾ ഏറ്റു പറയാനാ പറയുന്നത്. പക്ഷെ ഈ മൗലിദുകളിലൊക്കെ റസൂലിനെ വിളിച്ച് തേടുകയാണ്, റസൂലിനോട് പാപം പൊറുക്കാൻ പറയാണ്. ഇതിൽ തന്നെ കാണാം സുബ്ഹാന മൗലിദില്, യാ മൻ തമാദാ വജ്തറം തുബ്വ താരിഫ് വർജുൽ കറം വലുദ് ബിമൻ ഹലൽ ഹറം വനൂറുഹു അമൽ ബിലാദ്. യാ മൻ തമാദാ വജ്തറം, ഏ തെറ്റുകളിൽ ഉറച്ചു നിൽക്കുന്നവനെ, നീ കുറ്റം സമ്മതിച്ചോ? തെറ്റുകളിൽ അങ്ങേയറ്റം മുന്നോട്ട് പോയവനോട് വിളിച്ചിട്ട് പറയാണ്, നീ കുറ്റം സമ്മതിച്ചോ? ഔദാര്യം ആഗ്രഹിച്ചോ? നീ തൗബ ചെയ്തോ? ഹറമിൽ ഇറങ്ങിയ റസൂലിനോട് അഭയം തേടിക്കോ. ആ റസൂലിന്റെ പ്രകാശം നാടാകെ പരന്നിരിക്കുന്നു. അള്ളാഹുവിനോട് അഭയം തേടി തൗബ ചെയ്തോ എന്നല്ല പറയുന്നത്, റസൂലിനോട് തൗബ ചെയ്യാനാ പറയുന്നത്. എന്നിട്ട് കല്ലൂരി മുസ്ലിയാർ പറയുന്നത് എന്താണെന്നറിയോ? റസൂൽ ഒരിക്കൽ വീട്ടിലേക്ക് കയറി വന്നപ്പോ റസൂലുള്ളാഹിക്ക് കൊടുത്ത് വീട്ടിനകത്തുള്ള തലയണമ ചിത്രം കണ്ടു. ചിത്രമുള്ള വീട്ടിൽ റസൂൽ പ്രവേശിക്കാൻ മടിച്ചു. നബി വാതിൽക്കൽ നിന്നു. ആയിഷ ബീവിക്ക് ഭർത്താവിന്റെ ദേഷ്യം മനസ്സിലായി. എന്താണ് നബിയെ ഞാൻ ചെയ്തത്? അതൂബു ഇലല്ലാഹി വഇലാ റസൂലിഹി മാദാ അദ്ലബതു, ഞാൻ എന്ത് തെറ്റാണ് നബിയെ ചെയ്ത്? അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഞാൻ ഇതാ ഖേദിച്ചു മടങ്ങുന്നു. ഇതാണ് ഇപ്പൊ മുസ്ലിയാക്കന്മാർക്കുള്ള തെളിവ്. ഇർത്തകബത്തു ചെല്ലാനും ഈ പറഞ്ഞ യാമന്തമാത ചെല്ലാനും ഒക്കെ. ഇവിടെ സംഭവിച്ചത് റസൂൽ ഉണ്ടാക്കി കൊടുത്ത വീട്, റസൂലിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അവിടെ ചെയ്തപ്പോൾ റസൂലിനോട് ചെയ്ത തെറ്റാണ്. അത് റസൂലിനോട് മാപ്പ് ചോദിക്കണം, എന്നിട്ട് വേണം അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കാൻ. അതിലാർക്കും അവിടെ തർക്കമുള്ളത്? സൃഷ്ടിയും തമ്മിലുള്ള കുറ്റാണെങ്കിൽ, ഞാനിപ്പോ ഒരാളെ ചീത്ത പറഞ്ഞാൽ പടച്ചോനെ പൊറുക്കണേന്ന് വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യമല്ല, അയാളോട് ആദ്യം പൊരുത്തപ്പെടിക്കണം. അതുപോലെ ആയിഷ ബീവി റസൂലിന്റെ വീട്ടിൽ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്തപ്പോ റസൂലിനോടൊന്ന് മാപ്പ് ചോദിച്ചു, എന്നിട്ട് അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങി. അതാ വെച്ചിട്ടാണ് മുസ്ലിയാക്കന്മാര് മുഖത്ത് നോക്കി നേർക്ക് നേരെ ചോദിച്ചതിനെ തെളിവാക്കിയിട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം നബിയോട് പശ്ചാത്തപിച്ച് മടങ്ങാൻ മുസ്ലിയാക്കന്മാര് തെളിവുണ്ടാക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതെല്ലാം മുസ്ലിയാക്കന്മാരുടെ വക പിൽക്കാലത്ത് ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെയുള്ള ശിർക്കുകളും കുഫറുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ മൗലിദ് കിതാബുകൾ. അതുകൊണ്ട് ഈ അറബിക്കടലിൽ വലിച്ചെറിഞ്ഞിട്ട് പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും നമ്മൾ മടങ്ങണമെന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത്. ഇനി മാലകൾ കൂടി അല്പം നമ്മളൊന്ന് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. അതിനു മുമ്പ് ഉമർ മൗലവിയെ കുറിച്ച്, ഉമർ മൗലവി മരിച്ചപ്പോ പല ആളുകളും അദ്ദേഹത്തെ കുറിച്ച് ലേഖനം എഴുതി. ചില ആളുകൾ കവിതാഭ്രാന്തന്മാരായ ചില ആളുകൾ കവിതയിലൂടെ അദ്ദേഹത്തെ പ്രശംസിച്ചു. ആ പ്രശംസ കുറച്ച് അധികമായെന്ന് പറഞ്ഞപ്പോ അന്ന് തന്നെ ഞങ്ങൾ അൽ-ഇസ്ലാഹിൽ അത് വന്നപ്പോൾ അൽ-ഇസ്ലാഹിന്റെ ആളുകളുമായി ബന്ധപ്പെട്ട് ഇത് മുജാഹിദ് സംസ്കാരത്തെ യോജിച്ചതല്ല. പക്ഷെ പിന്നീട് അൽ-ഇസ്ലാഹ് ഇറങ്ങിയിട്ടുണ്ടായില്ല. അബ്ദുസലാം സുല്ലമിയും കൂട്ടരും പുതിയ സംഘടനയുണ്ടാക്കി പോയപ്പോ അൽ-ഇസ്ലാഹ് നിന്നുപോയി. അതുകൊണ്ട് തന്നെ പിന്നീട് പ്രസിദ്ധീകരിച്ചില്ല. എന്നിട്ട് ഇപ്പൊ പേരോട് മുസ്ലിയാർ അതെടുത്തിട്ട് ഇങ്ങനെ പാടി നടക്കാണ്. ഉമർ മൗലവിന്റെ മൗലിദാണ്, ഉമർ മൗലവിന്റെ മാലയാണ്. മുസ്ലിയാരെ ആ പറയുന്ന അങ്ങനൊന്നും ഉണ്ടോന്ന് തന്നെ ഞങ്ങൾ കേൾക്കുന്നത് മുസ്ലിയാർ പറയുമ്പോഴാ. ഞങ്ങളെപ്പോലത്തെ ചില ആളുകൾക്കൊക്കെ അറിയാന്നല്ല, സാധാരണക്കാർക്ക് അത് അറിഞ്ഞൂടാ. ഉമർ മൗലവിയെ കുറിച്ച് ആരെങ്കിലും കവിത എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എടുത്തു വെച്ച് പാരായണം ചെയ്യൽ പുണ്യമുള്ളതാണെന്നോ, ജന്മദിനത്തോടനുബന്ധിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രത്യേക ഡേറ്റ് നോക്കിയോ അത് ചൊല്ലിയാ പുണ്യം കിട്ടുന്നോ ഞങ്ങൾ പറയുന്നില്ല. അങ്ങനത്തെ ഒരു ഗന്ധവും ഞങ്ങൾക്കില്ല, ഒരാളെ പറ്റി എഴുതിയിട്ടില്ല. എന്നാ ഈ മൗലിദിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. മൗലിദ് ചൊല്ലിയാൽ വലിയ പുണ്യണ്ട് എന്നാണ്.
ഇത് കേൾക്കാൻ വരുന്ന ആളുകൾക്കും അതിന്റെ വീട്ടുകാർക്കും അതിനെ പിരിശം വെച്ച് ഭക്ഷണം ഉണ്ടാക്കിയവർക്കൊക്കെ പരലോകത്ത് പുണ്യം കിട്ടുന്ന അങ്ങനത്തെ ഒരു ബെയ്ത്ത് ഞങ്ങൾക്ക് എവിടെയില്ല. ഉമർ മൗലവിനെ കുറിച്ചുള്ള ആരെ കുറിച്ചുള്ള ഇപ്പൊ ഈക്ക അബൂബക്കർ ഹുസൈൻ മരിച്ചപ്പോ, അതുപോലെ തന്നെ കണ്ണിയത്ത് മരിച്ചപ്പോ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് കവിത എഴുതിയില്ല പല പ്രസിദ്ധീകരണങ്ങളിലും. അതിന് ഈക്ക മൗലിദ് കണ്ണിയത്ത് മൊഴി ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കറിയാതെ മൗലിദല്ല, അത് അദ്ദേഹത്തെ അനുശോചിച്ചുകൊണ്ട് ചില ആളുകൾ എഴുതുന്ന കവിതകളാണ്. മൗലിദ് എന്ന് പറയുന്നത് ജന്മദിനത്തോടനുബന്ധിച്ച് ചൊല്ലാൻ വേണ്ടി പ്രത്യേകം പുണ്യം കിട്ടുന്ന ബെയ്ത്തുകൾ എന്ന നിലക്ക് ചൊല്ലുന്നതാണ്. അത് ചൊല്ലാത്തവൻ സുന്നിയല്ല എന്നാ ഇപ്പൊ ഇവിടെ പറഞ്ഞു. അവനെ കാളി സ്ഥാനത്തിന് ഖത്തീബ് സ്ഥാനത്തിന് പറ്റി അത്രയും വലിയ കുറ്റം ചെയ്ത ആളാണെന്നാ. അങ്ങനത്തെ ഒരു ബെയ്ത്തും മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. ഉമർ മൗലവിയെ കുറിച്ചുള്ള ആരെ സംബന്ധിച്ചില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അൽ മുർഷിദിൽ പണ്ടൊക്കെ നിങ്ങൾ മൗലിദിനെ അനുകൂലിച്ചിരുന്നു, ഇപ്പോൾ നിങ്ങൾ എതിർക്കുന്നു എന്നാണ്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ മുസ്ലിയാക്കന്മാരെ ആദ്യം കുറെ ആദർശങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് ആളുകളെ ക്ഷണിച്ചതല്ല. ഈ സമുദായത്തിലെ തെറ്റുകൾ ഓരോന്നോരോന്ന് ബോധ്യപ്പെട്ടപ്പോൾ പണ്ഡിതന്മാര് മാറാൻ തുടങ്ങി. കെ എം മൗലവിയും ഇ കെ മൗലവിയും ഒക്കെ തലേക്കെട്ടിയ മുസ്ലിയാക്കന്മാരായിരുന്നു. കെ എം മൗലവിന്റെ ശരിയായ പേരെന്തായോ തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ. അപ്പൊ സ്വാഭാവികമായും തൗഹീദ് മനസ്സിലാക്കി ഇങ്ങോട്ട് വന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ തെളിവ് കിട്ടുന്നതനുസരിച്ച് തിരുത്തിക്കൊണ്ടേയിരുന്നു. അപ്പൊ അന്നൊക്കെ ഈ അർത്ഥമറിയാത്ത മൗലിദ് ഇങ്ങനെ വീടുകളിൽ വെച്ച് 1 മുതൽ 12 വരെ വരി മൗലിദ് കഴിക്കലാണ്. ഇന്നിന്റോടെ നാളങ്ങളോടെ നട്ട് ഇങ്ങനെ വെപ്പും തീനും വെച്ച് നടക്കല. അപ്പൊ അതിൽ നിന്ന് ജനങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്താൻ ഒറ്റയടിക്കത് തെറ്റാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആ കാലത്ത് സ്വീകരിക്കൂല. അത്രയും ഖുറാഫാത്തിൽ അരക്കെട്ടുറപ്പിക്കപ്പെട്ട കാലാണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞ നമുക്കതൊരു മാറ്റം വരുത്തുക. ഈ വീടുകളിൽ വെച്ച് അർത്ഥമറിയാതെ ചൊല്ലുന്നത് നമ്മൾ അവസാനിപ്പിക്കുക. എന്നിട്ട് നബി ജനിച്ച ദിവസത്തിൽ നബിയെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കുക, നബിന്റെ ചര്യകളെ കുറിച്ച്, നബി ചര്യയിലില്ലാത്ത ബിദഅത്തുകളെ വിമർശിക്കുക, നബിയുടെ സ്വഭാവങ്ങള്, നബി ഭാര്യയോട് എങ്ങനെ പെരുമാറി, നബിയുടെ യുദ്ധങ്ങള്, ഇങ്ങനെ നബിചര്യയെ കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടി ഒരു സദസ്സുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മൗലിദിന്റെ അർത്ഥമറിയാത്ത മൗലിദ് പാരായണ സെബീനമെന്ന ആളുകൾ രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ മൗലിദ് യോഗത്തിൽ വന്നിരിക്കുന്നതിനെ പ്രശംസിച്ചുകൊണ്ട് ചില പുസ്തകങ്ങളിലൊക്കെ അത് അവർ എഴുതിയിട്ടുണ്ട്. അതേസമയത്ത് ഇന്ന് നടക്കുന്ന തരത്തിലുള്ള മൗലിദിനെ അതേ ലേഖനങ്ങളിൽ വിമർശിച്ചിട്ടുമുണ്ട്. മുസ്ലിയാക്കന്മാർ അത് മാത്രം അടർത്തിയെടുത്ത് കണ്ടോ പറയുന്നതൊന്നും ഞങ്ങൾ കെ എം മൗലവിന്റെ ദീനിക്കാർ ക്ഷണിക്കണ്. കെ എം മൗലവി തെറ്റുപറ്റാത്ത മഴസുമാണോ? കെ എം മൗലവിക്ക് പല തെറ്റുകളും പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇ കെ മൗലവിയും ടി കെ മൗലവി എഴുതിയ അമലിയാത്ത് എന്ന ഫിഖിന്റെ കിതാബില് സുബൈന്റെ കുനൂത്തുണ്ട്. തറാവി 20 റക്അത്ത, പെണ്ണുങ്ങളെ തൊട്ട ഒന്നും പറയും. കാരണം എന്താ? അന്ന് അവർ അമലിയാത്ത് എഴുതിയത് ഷാഫി മദ്ഹബിനനുസരിച്ചാണ്. ഇവരൊക്കെ ഷാഫി മദ്ഹബ് അനുസരിച്ച് പഠിച്ച മുസ്ലിയാക്കന്മാരായിരുന്നു. പിന്നെയാണ് ഷാഫി മദ്ഹബിൽ പലതും ഹദീസിനെതിരാണെന്ന് ബോധ്യപ്പെട്ടത്. അപ്പോഴാണ് അവർ തിരുത്താൻ തുടങ്ങിയത്. അതുപോലെ തെറ്റ് അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് തെറ്റാണെന്ന് ഞങ്ങൾ തുറന്നു പറയുന്നു. ആ തെറ്റിലേക്ക് ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങൾ ക്ഷണിക്കുന്നില്ല. കെ എം മൗലവിയുടെ ദീനിലേക്കല്ല, അൽ മുർഷിദിലേക്കല്ല, അൽ ഇർഷാദിലേക്കല്ല, അൽ മനാറിലേക്കല്ല ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഞങ്ങൾ ക്ഷണിക്കുന്നത് പരിശുദ്ധ ഖുർആനിലേക്കും തിരുനബിയുടെ സുന്നത്തിലേക്കുമാണ്. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് മുസ്ലിയാക്കന്മാര് വെറുതെ സമയം കളയാൻ നിൽക്കേണ്ടതില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് മറുപടി പറയാന്നുള്ളത് യാതൊരു പ്രയാസമുള്ള കാര്യമല്ല. പിന്നെ ഹസ്സാൻ റളിയല്ലാഹു അൻഹു നബിയെ പ്രശംസിച്ചില്ലേന്നാ. ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നൊരു കവി ഉണ്ടായിരുന്നു നബിയുടെ കാലത്ത്. ഖുറൈശി കവികൾ അറബി കവിതയിലൂടെ നബിയെ ചീത്ത പറഞ്ഞപ്പോ നബിയെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം കവിത രചിച്ചു. അതിന് നബി അനുവാദം കൊടുത്തു. ശത്രുവിനെ വിമർശിക്കുമ്പോൾ മിത്രത്തെ പുകഴ്ത്തേണ്ടി വരും. പക്ഷേ ജന്മദിനമോ ചരമദിനമോ നോക്കി ഹസ്സാൻ ഇബ്നു സാബിത്ത് കവിത ചൊല്ലിയിട്ടില്ല. ഞങ്ങൾ കൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ മൗലിദ് അദ്ദേഹം ജന്മദിനത്തോടനുബന്ധിച്ച് നബിയുടെ മൗലിദ് ചൊല്ലിയ ഒരൊറ്റ തെളിവുണ്ടോ? ഇപ്പൊ നബിയെ കുറിച്ച് കവിത ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമല്ല. ഞങ്ങളും നബിയെ കുറിച്ച് കവിത ഉണ്ടാക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പല മാപ്പിളപ്പാട്ടുകൾ തന്നെ രചിച്ചിട്ടുണ്ട്, ഞങ്ങളാളുകൾ രചിച്ചിട്ടുണ്ട്. അതൊന്നും തെറ്റല്ല. പക്ഷേ ജന്മദിനത്തോടനുബന്ധിച്ച് ചെല്ലാൻ വേണ്ടി ഒരു പ്രത്യേക ഗീതം, എന്നിട്ട് അതിങ്ങനെ എടുത്തു വെച്ചിട്ട് രാവിലെ ഒന്നൊക്കെ ഉണ്ടാക്കി വന്ന് അല്ലെ യശാ മഗ്‌രിബിന്റെ ഇടയിൽ മുസല്ല വിരിച്ച് ഇങ്ങനെ ചെല്ലുന്ന ഒരു പുണ്യക്കിതാബായിട്ട് ആരും ഇതിനെ കൊണ്ട് നടക്കുന്നേയില്ല. ആകാശവാണിയിൽ നബിയെ വിമർശിച്ചുകൊണ്ട് ഒരാൾ കവിത എഴുതിയപ്പോ നബിയെ പ്രശംസിച്ചുകൊണ്ടൊരു കവിത ഞങ്ങൾ എഴുതിയിട്ട് ആലപിച്ചു. അത് ഞങ്ങൾ ചെയ്യാറുണ്ട്. നബിയെ പ്രസംഗത്തിലൂടെ വിമർശിച്ചാൽ പ്രസംഗത്തിലൂടെ മറുപടി കൊടുക്കും, പത്രത്തിൽ വിമർശിച്ചാൽ പത്രത്തിന് മറുപടി കൊടുക്കും. അത് ഞങ്ങളുടെ ശൈലി. അതേ ഹസ്സാൻ ഇബ്നു സാബിത്തും ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ജന്മദിനം നോക്കി ഒരു മൗലിദ് പാരായണം ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നല്ല ഒരു സഹാബി ചെയ്തിട്ടില്ല. മുസ്ലിയാക്കന്മാരിപ്പോ പറഞ്ഞ് ഞങ്ങളെയൊക്കെ പല ആയത്തുകൊണ്ട് തെളിവുന്ന. പക്ഷെ അവരെന്നെ പറയുന്നു 300 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉണ്ടായത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആദ്യത്തെ 300 കൊല്ലത്തെ മുസ്ലിമീങ്ങൾക്ക് ഇവരി പറയുന്ന ആയത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന മൗലൂദിന്റെ തെളിവ് മനസ്സിലായില്ല.
1400 കൊല്ലം കഴിഞ്ഞ് വന്ന ഞമ്മക്ക് മനസ്സിലായില്ലായിരുന്നാ ശരി. പക്ഷേ നബിയുടെ കൂടെ ജീവിച്ച സഹാബികൾക്ക് അതിനുശേഷം വന്ന താബികൾക്കും താബികൾക്കൊന്നും ഖുർആന്റെ ആയത്ത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ആരോപണമാണ്. ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളൊക്കെ ലലാലത്തിൽ യോജിച്ചു എന്നല്ലേ ഇതിനർത്ഥം? മനസ്സിലായില്ലേ? ഇന്ന് മൗലിദ് ആഘോഷിക്കാത്തത് ലലാലത്താണെന്നല്ലേ നിങ്ങളെ വാദം? അന്നത്തെ 3 നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങൾ അത് ആഘോഷിച്ചിട്ടില്ല എന്നാ പറയുന്നത്, നിങ്ങൾ തന്നെ പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, അതെല്ലാം കള്ളത്തരമാണ്. ഒരൊറ്റായത്തിലും തെളിവില്ല, ഒരൊറ്റ ഹദീസിലും മൗലിദ് ആഘോഷിക്കാൻ തെളിവില്ല. ഇനി നമുക്ക് മാലകൾ എന്ന നൂലാമാലകളെ കുറിച്ച് പറയാം. നമ്മുടെ നാട്ടിൽ ഞാൻ അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, റിഫായി മാല, മുഹിയുദ്ദീൻ മാല, നഫീസത്ത് മാല, ബദർ മാല, ഇങ്ങനെയുള്ള പല മാലകളുണ്ട്. മാലകൾ എന്തിനാ ഉണ്ടാക്കിയത്? ഇവരെന്നെ പറയുന്നത് മഹാന്മാരെ പ്രശംസിക്കാൻ അറബിയിൽ ഉണ്ടാക്കിയാൽ അതിന്റെ മൗലിദെന്നും മലയാളത്തിൽ ഉണ്ടാക്കിയാൽ അതിന്റെ മാല എന്നും പറയുന്നതാണ്. അപ്പൊ മഹാന്മാരെ പ്രശംസിക്കാൻ ഉണ്ടാക്കിയതാണെന്നാണ് വെപ്പ്. യഥാർത്ഥത്തിൽ ഈ ഓരോ മാലയും ഓരോ തരീഖത്തുകളുടെ. റിഫായി തരീഖത്തുകാരതാണ് റിഫായി മാല, ജീലാനി തരീഖത്തുകാരതാണ് മുഹിയുദ്ദീൻ മാല. ആ തരീഖത്തിൽ നിങ്ങൾ ചേർന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത്? അത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മുന്നണികളും പാർട്ടികളൊക്കെ പ്രകടന പത്രിക പുറത്തിറക്കും. ഞങ്ങളുടെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇത്ര പാലുണ്ടാക്കും, ഇത്ര റോഡുണ്ടാക്കും, ഇത്ര ആൾക്ക് തൊഴിൽ നൽകും, ഇങ്ങനെ. ഇതുപോലെ ഞങ്ങളുടെ തരീഖത്തിൽ ചേർന്നാൽ, അപ്പൊ ജീലാനി തരീഖത്തിൽ ചേർന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടാൻ? അതിന്റെ ഓഫറുകളാണ് എഴുതുന്നത്. 1-2 ഉദാഹരണങ്ങൾ കേട്ടോളൂ. കൺകൂടാ വട്ടത്തിൽ നിന്റെ മുരീദുകൾ സ്വർഗത്തിൽ പോമെന്ന് അല്ലാഹ് കൊടുത്തോവർ. അള്ളാന്റെ സ്പെഷ്യൽ ഓർഡർ എന്താണ്? കണ്ണറയെ തുറന്ന ജീപ്പിൽ ഇങ്ങനെ മൊയ്തീശയ്ക്ക് പോവാണ് പരലോകത്ത്. അപ്പൊ ഇങ്ങനെ പച്ച തലീക്കെട്ട് കെട്ടി അറവാന മുട്ടി ജീലാനി തരീക്കത്തേറി ഇങ്ങനെ സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ണറയെ കണ്ടു മൂപ്പരൻ ആസ്വദിക്കുന്ന. മാത്രല്ല, നിന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. നരകത്തെ കാക്കുന്ന മലക്ക് വന്നിട്ട് മൂപ്പരോട് പറഞ്ഞു, ഞാൻ നരകം മുഴുവൻ തെരഞ്ഞു നോക്കി, ഒരൊറ്റ ജീലാനി തരീക്കത്തെ നീ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ തരീക്കത്ത് ചേർന്നാൽ നരകത്ത് പോകൂല, സ്വർഗത്ത് പോകും. ഞമ്മക്കാകെ വേണ്ടതല്ലേ സുഹൃത്തുക്കളെ? എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവൽ എന്നോവർ. എന്നെ പിടിച്ചവർ ഇടറുന്ന നേരത്ത് എപ്പോഴും അവർ കൈ പീഡിപ്പൻ ഞാൻ എന്നോവർ. വൈദ്യശേഖരനെ പിടിച്ചാ പിന്നെ ഒന്നും പേടിക്കേണ്ടതില്ല. ഇടറുന്ന നേരത്തെ കൈ പിടിക്കാൻ മൂപ്പരുണ്ടാവും. മൂപ്പരെ പിടിച്ചൊരു കാവല് മൂപ്പരാണ്. പിന്നെ അള്ളാന്റെ കാവലിന്റെ ആവശ്യമൊന്നുമില്ല. അത്രയും വലിയ ഗ്യാരണ്ടിയാണ്. എങ്ങനെയാ മൂപ്പരെ പിടിക്കുക? ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ ബഗ്ദാദ് പോയിട്ട് ശൈഖ് അവറുകളേന്ന് കൊണ്ടൊന്ന് കെട്ടിപ്പിടിക്കാനു. മൂപ്പര് മരിച്ചു പോയിട്ട് നൂറ്റാണ്ടുകളായി. മൂപ്പരെ പിടിക്കാൻ വേണ്ടിയാണ് സദഖത്തുള്ള എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തുകാരൻ ഒരു കുതിരപ്പട്ടാണിയുണ്ട്. അയാളൊരു ബെയ്ത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, കുത്തുബിയത്ത്. കുതിരപ്പട്ടാണിന്ന് ഞാൻ പറഞ്ഞല്ലോ, E.K. അബൂക്കർ മുസ്ലിയാർ പറഞ്ഞതാണ്. ശംസുൽ ഉലമക്ക് തുറന്ന കത്തി എന്ന പുസ്തകത്തിൽ വരുന്ന രീതിയാണ്. ആ കുതിരപ്പട്ടാണി ഉണ്ടാക്കിയ ഈ കുത്തുബിയത്ത്, ആ കുത്തുബിയത്ത് എങ്ങനെയാണ്? നിങ്ങൾ കുത്തുബിയത്ത് കഴിച്ചാലേ നിങ്ങൾക്ക് ജീലാനി തരീഖത്തിൽ കിട്ടുള്ളൂ. അതാ ജീലാനി ദിനം വരാൻ പോകല്ല. അപ്പൊ മുസ്ലിയാക്കന്മാർക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. നല്ലൊരു തട്ട്, നല്ലൊരു ഭക്ഷണം കിട്ടുന്ന ദിവസമാണല്ലോ. ഇരിക്കട്ടെ, ആ ജീലാനി ദിനത്തിൽ നിങ്ങൾ പറയുന്നതാണല്ലോ കുത്തുബിയത്ത്. എന്താ കുത്തുബിയത്ത്? അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീനി. ആരെങ്കിലും ഒറ്റക്കിരുന്നു കൊണ്ട് ഒഴിഞ്ഞിരുന്നു കൊണ്ട് 1000 പ്രാവശ്യം എന്റെ പേര് വിളിച്ചാൽ, ഉറക്കമൊഴിച്ചുകൊണ്ടും അവന്റെ ഉദ്ദേശങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടും വിളിച്ചാൽ ഞാൻ അവന് പെട്ടെന്ന് ഉത്തരം ചെയ്യുന്നതാണ്. അതുകൊണ്ട് യാ അബ്ദുൽ ഖാദിർ മുഹിയദ്ദീൻ എന്നവൻ വിളിക്കട്ടെ. അപ്പൊ പാതിരാക്ക് ഉറക്കമൊഴിച്ചിരുന്ന് 1000 തവണ 1000 തവണ വിളിച്ചാൽ മൂപ്പർ ഉത്തരം ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാ സുഹൃത്തുക്കളെ, നേരെ ഇങ്ങോട്ട് ചെന്നിട്ട് 1000 വട്ടം വിളിക്കാൻ നിൽക്കണ്ട. അതിനു മുമ്പ് എന്ത് വേണം അറിയങ്ങള്? ആദ്യം 12 റക്അത്ത് നിസ്കരിക്കണം. ആ 12 റക്അത്തിൽ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞ പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം. ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ സഹായം തേട്ടത്തിന്റെ ഉദ്ദേശം പ്രാർത്ഥനയാണെന്ന് സുന്നി പരിഭാഷകന്മാർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ 12 വട്ടം നിങ്ങളെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു ഖിബിലക്ക് നേരെ തിരിഞ്ഞിട്ട്. പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ് എന്ന തൗഹീദിന്റെ സൂറത്തും.
എന്നിട്ട് പിന്നെന്താ നിങ്ങളെ പണി? 1000 വട്ടം ശിർക്ക് ചെയ്യുക. കണ്ടോ? അപ്പൊ 12 റക്അത്ത് തൗഹീദ് ഉൾപ്പെടുത്തി നിസ്കരിച്ചിട്ട് 1000 വട്ടം ശിർക്ക് ചെയ്യിക്കാണ്. ഇതൊക്കെ ജൂതന്മാരുണ്ടാക്കിയതല്ലേ? പിന്നെ ആരാ? ശിർക്കും ബിദ്അത്തും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. എന്നിട്ട് മുസ്ലിയാക്കന്മാരെന്ത് ചെയ്തു എന്നറിയാം? 1000 വട്ടം വിളിക്കണ്ടേ? അപ്പൊ അതിനെന്ത് ചെയ്തു? 4 ആള് കൂടിയിട്ട് വിളിക്കാന്ന് വെച്ച്. അപ്പൊ 4 ആള് കൂടുമ്പോ ഒരാൾക്ക് 250 വട്ടം. അപ്പൊ കിതാബ് പറഞ്ഞിരുന്നു ഒറ്റയ്ക്ക് ഇന്ന് വിളിക്കണം എന്നല്ലേ? അതിനെന്താ ചെയ്യാന്ന്? ഒറ്റക്കാകാൻ വേണ്ടിയിട്ട് ലൈറ്റ് അങ്ങോട്ട് കൊടുത്തു. പണ്ടത്തെ കാലത്താണെങ്കിൽ വിളക്കണ്ടൂതും. അപ്പൊ വിളക്കണ്ടൂതിയിട്ട് നട്ട പാതിരാക്ക് മുട്ട മനുഷ്യന്മാരുന്നത് അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ട അപ്പൊ ആട്ടറ്റാക്കി വെച്ചു. മുത്തം മനുഷ്യന്മാർ നട്ടപ്പാതിരാക്കി ഒച്ചടുക, അട്ടഹസിക്കുക. എന്നിട്ട് അവിടെ അരിപ്പൊടി വതറും. അരിപ്പൊടി വതറിന് എന്താ വെച്ചാല് ശൈഖ് അവറുകൾ ഹാളിറാകുന്നാണ് ഈ ഖൗമിന്റെ വിശ്വാസം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ മൊയ്യദ്ദീൻ ശൈഖിനെ ഇവിടെ ഹാജരാക്കും ഈ വീട്ടുകാരന് ജീലാനി തരീഖത്തിന് മെമ്പർഷിപ്പ് കൊടുക്കാൻ. അപ്പൊ മൂപ്പര് വന്നു എന്ന് തെളിയിക്കാൻ മൂപ്പര് വന്നാ കാലടി കാണുമല്ലോ. അപ്പൊ പൊടി ബദറിയാൽ അതിന് കാലടി ഉണ്ടാവും. ലൈറ്റാണ് കിടത്തിയാ പിന്നെ കാലടി കാണിക്കാനാ പണി. ഒരു മൊല്ലിയൊരുട്ടി മെല്ലാണ് കയറിക്കും. അപ്പൊ പാവപ്പെട്ട എന്റെ വീട്ടില് ജീലാനി വന്നല്ലോ, ഉസ്താദേ കിട്ടി എന്താ വിളിച്ചാ തരാന്ന്. കാരണം സാധനം ഹുറാഫിയാണല്ലോ, മൂളുണ്ടാവില്ലല്ലോ. മൂള മുസ്ലിയാക്കന്മാർ മുമ്പിൽ തലയ്ക്ക് പണയം വെച്ചവനാണല്ലോ അല്ലേ? പിന്നെ പുത്തമ്പള്ളിക്ക് ചെന്ന് എന്ത് മാല കളവ് പോയിട്ട് ചെന്നതാ. അപ്പൊ അവിടെ എഴുതിച്ചിരിക്കുന്നു ഉസ്താദിന്റെ സിറ്റിസൺ വാച്ച് കളഞ്ഞു പോയിട്ടുണ്ട്, കിട്ടിയവർ പള്ളിയിൽ ഏൽപ്പിക്കേണ്ടതാണ്. അവിടുത്തെ സിറ്റിസൺ വാച്ച് നോക്കാൻ പറ്റാത്ത ശൈഖാണ് അവിടെ ഉള്ളതെന്ന് ചിന്തിച്ചാ ശൂന്യാവോ? ചിന്തിക്കാൻ പാടില്ല. അപ്പോഴല്ലേ ഖുറാഫികൾ 22 കാറ്റ് ഖുറാഫി. അപ്പൊ എന്ത് ചെയ്തു? ഇങ്ങനെ ഈ രൂപത്തിലാണ് മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെ കഥ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും വിശദീകരിക്കാൻ കഴിയില്ല. അങ്ങനെ അരിപ്പൊടി വതറിയിട്ട് അവിടെ കാല് കാണിക്കും. ഞങ്ങളുടെ നാട്ടില് പണ്ടത്തെ കഥന്റെ ഉപ്പാപ്പൊക്കെ പറഞ്ഞിട്ട കഥയാണ്. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അന്ന് എല്ലാവരെയൊക്കെ ടോർച്ച് ഉണ്ടാവില്ല. അന്നൊരു ടോർച്ചുള്ള ആളെന്നൊക്കെ പറഞ്ഞൊരു തോക്കുള്ള ആള് എന്നുള്ള മാതിരിയാ. അഹമ്മദാജിന്റെ ഒക്കെ ടോർച്ച് ഉണ്ട് എന്നറിയാം. അന്ന് ആരൊക്കെ ഞെക്ക് വിളക്കുന്ന അറിയാം. അപ്പൊ ഇതിങ്ങനെ വിളി ഇങ്ങനെ അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ ശക്തിപ്പെട്ടപ്പോ ഇയാളൊന്നും ഞെക്കി വെക്കുക. നോക്കുമ്പോൾ അരിപ്പൊടിയിലൊരു മൂല്യരുട്ടി. അതിന്റെ ശേഷം പിന്നെ ഞങ്ങളുടെ നാട്ടിൽ പിന്നെ ഖുത്ബിയത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഖുത്ബിയത്ത് നടത്തി നല്ല ഫുഡൊക്കെ അടിച്ച് മുസ്ലിയാക്കന്മാർ അവിടെ നിന്ന് ഇറങ്ങി. ഇയാൾ ജീലാനി തരീഖത്തിൽ മെമ്പറായി കഴിഞ്ഞാൽ പിന്നെ നരകത്ത് പോകുന്ന പ്രശ്നമില്ല. കങ്കൂടവട്ടത്തിൽ സ്വർഗത്ത് പോകുന്ന ആളുകളെ കൂട്ടത്തിൽ സ്വർഗത്ത് പോകാം. അത് മാത്രല്ല, പിന്നെ നിങ്ങൾക്കുള്ള പ്രശ്നം ഇടറുന്ന നേരത്ത് കൈപിടിക്കാൻ ആളായി. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഖബറിൽ ചോദ്യം കൂടിയില്ല. അതാണ് മുങ്കറിനെ കീറീനോടെന്റെ മുരീദീനെ പേടിപ്പെടുത്തരൂതെന്ന് പറഞ്ഞോവർ. ഖബറിൽ ചോദ്യം ചോദിക്കാൻ അല്ലാഹു നിശ്ചയിച്ച മുങ്കർ നക്കീറിനോടും മൂപ്പര് മുൻകൂട്ടിയെ വാങ്ങിയിട്ടുണ്ട് സ്പെഷ്യൽ ഓർഡർ. എന്റെ ആളെ തുടരുതട്ടോ. അതിനാണ് നിങ്ങൾ കണ്ടിട്ടില്ല സിൽസില വെക്കാന്നറിയും. പണ്ട് ഖുറാഫികൾ വെച്ച സിൽസില എന്ന് പറഞ്ഞാൽ മരിച്ച പള്ളിയിൽ പോയി പറഞ്ഞ അപ്പൊ മുസ്ലിയാർ ഒരു നീണ്ട കടലാസ് എടുത്ത് വരും. ആരാ മരിച്ചവന്റെ പേരെന്താ? അഹമ്മദ്. അവന്റെ വാപ്പാന്റെ പേര് കുഞ്ഞീൻ. അഹമ്മദ് ബിൻ കുഞ്ഞീൻ. ഓന്റെ ഉസ്താദ് ഏന്തി മുസ്ലിയാർ ഉസ്താദ് കുഞ്ഞായ മുസ്ലിയാർ ബുഖാരി തങ്ങള് ആറ്റക്കോയ. അങ്ങനെ തങ്ങന്മാരെ സിൽസില പരമ്പര എഴുതിയിട്ട് ശൈഖ് ജീലാനി വരെയുള്ള പരമ്പര ഇങ്ങോട്ട് എഴുതിയിട്ട് ഹോമിയോപ്പതിക്കാരൻ ഗുളികപ്പതി മടക്കി ചെറുതായി മടക്കിയിട്ട് ഒരു കുപ്പിന്റെ ഉള്ളിലിടും. എന്നിട്ട് കുപ്പി ശരിക്കും അടക്കും. കാരണം എന്താ, ഈ കടലാസ് ചെതലൊടിച്ചു വെക്കാൻ വേണ്ടിട്ടാണ്. കുപ്പി ചെതലൊടിച്ചില്ലെന്ന് ഖുറാഫിക്ക് ബുദ്ധിയുണ്ട്. അപ്പൊ അത് അതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് അവിടെ തലക്കും പുറത്ത് വെക്കും. അപ്പൊ മുങ്കറും നക്കീറും വന്നിട്ട് ആദ്യം ഈ കുപ്പിനെടുത്തിട്ട് അതിന്റെ മൂടിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കൊട്ടി കടലാസ് എടുത്തു. ഓ കുഞ്ഞീൻ, നല്ല പരമ്പര, മുന്തിയ പരമ്പര, ജീലാന്റെ ആളല്ലേ? എന്നാ അസ്സലാമു അലൈക്കും, ഞങ്ങൾ വരട്ടെ. ഒരു ചോദ്യമല്ല. അങ്ങനെ പോകുന്നു. അതിനൊരു കഥ ഉണ്ട്. എന്താ കഥ എന്നറിയങ്ങള്? അതാണ് പൊന്നാനിക്കാരൻ ഓടമ്പിയകം മുഖ്രിയാരകത്ത് ഹാജി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാള് അൽ ജൗഹറത്തുൽ ഖുത്ബിയ്യ ഫി മനാഖിബ് ഖുത്ബിൽ അലിയ എന്ന് പറഞ്ഞിട്ട് ഖുത്ബിയ്യത്ത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിലൊരു കഥ പറയുന്നത്. എന്താ കഥ എന്നറിയോ? ഒരു ജീലാനി തരീഖത്തേരം മരിച്ചിട്ട് ഖബറിന് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആര് വന്ന്? മുങ്കറും നക്കീറും വന്ന് ഓരോ പതിവനുസരിച്ച് വന്നതാ. അപ്പൊ ഈ ചെങ്ങായിക്ക് ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല. ഉത്തരം പറയാൻ കഴിയാത്തവരെ ദണ്ടുകൊണ്ട് അടിക്കുമെന്ന് ഹദീസിലുണ്ട്. എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ബർസഖി ലോകത്ത് നടക്കുന്ന കാര്യമാണ്, അല്ലാഹു അഅലം. എന്തായാലും അടിക്കാൻ വേണ്ടി വടി ഓങ്ങിയതാ. ഓങ്ങിയതോടുകൂടെ ഇയാളെ ഒരൊറ്റ വിളി, യാ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. നോക്കുമ്പോ വടി കാണുന്നില്ല. വടിയാൾ കൊണ്ടുപോയി. എന്ത് ചെയ്യും? അങ്ങനെ ഇയാൾ ജീലാനി അബ്ദുൽ ഖാദിർ ജീലാനി അംഗീകരിച്ചു പോയി. എവിടെ തെരഞ്ഞിട്ട് കാണില്ല. അവസാനുണ്ട് അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ ചോട്ടിൽ വടിയും തലക്കച്ച് ഇങ്ങനെ കിടക്കണ്. അല്ലറ ചില്ലറ സ്ഥലത്തൊന്നും മൂപ്പര് കിടക്കൂല. അർശ്, കുർസി, ലൗഹുൽ മഹ്ഫൂദ് ആജാതി സ്ഥലത്താ. അങ്ങനെ പേര് ചെന്നിട്ട് പ്ലീസ് ആ വടിയൊന്ന് തരണം. തരൂല.
പ്ലീസ്. നിങ്ങൾ സാധാരണ ദണ്ടല്ല, അള്ളാഹു ഈ ആളുകളെ ശിക്ഷിക്കാൻ വേണ്ടി, ഖബർ ശിക്ഷിക്കാൻ വേണ്ടി സ്പെഷ്യൽ ദണ്ടല്ല. പ്ലീസ് ഒന്ന് തരൂല്ല. ഇയാൾ വളരെ ശക്തിയായിട്ട് അവസാനം മുൻകൂറിന്റെ കാരണം അള്ളാഹിന്റെ അടുത്ത് എന്നിട്ടും കാര്യമല്ല. അള്ളാഹിനേക്കാൾ മേലെ ഇയാള്. ഞാൻ വരാൻ പോകുന്നുണ്ട്. അള്ളാഹിനെ വരെ തോൽപ്പിച്ച ആളാ. അപ്പൊ അവസാനം എന്താ നിങ്ങളെ ഡിമാൻഡ് പറയുന്നത്? ഒന്നുമില്ല, എന്റെ മുരീദന്മാരെ ചോദ്യം ചെയ്യാൻ പാടില്ല. എന്താ ഈ പറഞ്ഞ എല്ലാരും ചോദ്യം ചെയ്യാൻ അള്ള ഏൽപ്പിച്ചിട്ട് ഇയാൾക്ക് സ്പെഷ്യൽ ഓർഡറോ അങ്ങോട്ടും. പക്ഷെ ദണ്ട് കിട്ടാണ്ട് വയ്യല്ലോ. എന്നാ ശരി, അങ്ങനെ ആരോടും പറയത്തില്ല നിങ്ങള് എന്ന് പറഞ്ഞിട്ട് ആ വടി വല്ല വാങ്ങി പോന്നു എന്നാ കഥ. അതുകൊണ്ടാണ് ഇപ്പോ മുങ്കറിനെ കീറിനോടെന്റെ മുരീദീനെ പേടിപ്പെടുത്തരൂതെന്ന് പറഞ്ഞോവർ. ഇങ്ങനെയാണ് ഇത്. സുഹൃത്തുക്കളെ, ജീലാനി തരീക്കത്തേരുണ്ടാക്കിയപ്പോ ജീലാനിയിൽ ആളുകളെ കൂടാൻ തുടങ്ങി. അപ്പൊ മൂപ്പര അമ്മാമന റിഫായി ഷെയ്ഖ്. അപ്പൊ റിഫായി ഷെയ്ഖിന്റെ ആളുകൾ പഠിച്ചോനെ ആള് പോയിപ്പോ ജീലാനി തരീക്കത്തിലായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവര് വേറെ കഥ ഉണ്ടാക്കി. എന്താ കഥ വെച്ചാല്, നിങ്ങളെ തരീക്കത്തിൽ വന്നാൽ ഇങ്ങനെ കുത്തുബിയത്ത് കഴിച്ച്, കോയിനർത്ത്, ഫുഡ് കൊടുത്ത്, അരിപ്പൊടി വതറി, 1000 വട്ടം വിളിച്ച്. ഞങ്ങളെ തരീക്കത്തിൽ അങ്ങനത്തെ പ്രശ്നമേ ഇല്ല. ജീലാനി തരീക്കത്തിലുള്ള ഒരു ഗൃഹനാഥനാണെങ്കിൽ ആ കുടുംബത്തിൽ ജനിക്കുമ്പോ തന്നെ സ്വർഗം ഓഫറാണ്. അതിനെന്താ, റിഫായി ഷെയ്ഖ് ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോ തന്നെ സത്യാഗ്രഹം നടത്തിയിട്ട് 4 സ്വർഗം വാങ്ങിട്ടാ പോകുന്നത്. എല്ലാ ഷെയ്ഖന്മാരും ഭയത്തുനിന്ന് ഞാൻ സംസാരിക്കും. അപ്പൊ ഒരു ദിവസം റിഫായി തങ്ങള് ഉമ്മാനോട്, അഹമ്മദുൽ കബീർ റിഫായി ആണ്, അങ്ങനെ അതൊക്കെ കേട്ടുമ്മ പേരൊക്കെ മൂപ്പരനോട് പറയാ. അങ്ങനെ മാസം തേഞ്ഞു നോക്കുമ്പോ ഗർഭം പ്രസവിക്കുന്നില്ല. ഇയാള് പുറത്തിറങ്ങൂല. അപ്പൊ നിങ്ങൾ വിചാരിക്കും റിഫായി ഷെയ്ഖിന്റെ അമ്മ വെച്ചില്ലെങ്കിൽ അള്ളാഹ് എന്താ ചെയ്തത്? അള്ള കുടുങ്ങിയിൽ ആകെ സൂഫി ഷെയ്ഖന്മാരിൽ അള്ളാൻ ഇങ്ങനെ കൊണ്ടിടക്കല്ലേ. ഓല പാർലമെന്റ് കൂടിയിട്ട് പറയലാണ് അള്ളഹാനോട് അത് ചെയ്യണമെന്നൊക്കെ. അങ്ങനെയാണ് സൂഫികളുടെ വിശ്വാസം, കള്ളന്മാരെ കുഫറിന്റെ വിശ്വാസം. ഇരിക്കട്ടെ, അങ്ങനെ റിഫായി ഷെയ്ഖ് പുറത്തിറങ്ങുന്നില്ല. അവസാനം അള്ള ചോദിച്ചു, റിഫായി ഒന്ന് ഇറങ്ങ, എന്താ എന്റെ ഡിമാൻഡ്? എനിക്കും എന്റെ ബയ്യാൽ തുറന്നോൽക്കും 4 സ്വർഗം തന്നാല ഞാൻ ഇറങ്ങൂല. കണ്ട റിഫായിമാരെ അത് കേട്ടോളി. അടിമാതുനിയാവിൽ ഇറങ്ങുവാനായിട്ട് അള്ളാന്റെ ഏകൽ കേട്ടോരെ മോശിന്തോവർ. സ്വർഗം എനിക്കും എൻ ബയ്യാൽ തുടർന്നോൽക്കും സ്വത്താക്കി തന്നാൽ ഇറങ്ങാം ഞാൻ എന്നോവർ. അവർക്കന്ന് 4 സുവർഗം കൊടുത്താരേ ഉടനെ ദുനിയാവിൽ പിറന്ന് വളർന്നോവർ. അവസാനം അള്ളാഹു ഗത്യന്തരല്ലാതെ എന്നാ 4 സ്വർഗെങ്കിൽ 4 സ്വർഗം തരാം, ഒന്നും കിട്ട ഇറങ്ങി റിഫായി എന്ന് പറഞ്ഞിട്ട് 4 സ്വർഗം മേടിച്ചെടുത്തു. അപ്പൊ റിഫായി തരീക്കത്തിലേക്ക് എന്തായി? ജനിക്കുമ്പോ തന്നെ സ്വർഗം. കുത്തുബിയത്തും വേണ്ട, 1000 വട്ടം വിളിക്കും വേണ്ട, പൊടിവതറും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ മാല കുറച്ചും കൂടി ഇങ്ങോട്ട് ചെന്ന് നോക്കിയാൽ മൂപ്പരി സ്വർഗം കരിഞ്ചന്തൊക്കെ വിറ്റ കഥയാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അവിടെ ഇസ്മായിലൊക്കെ അറിഞ്ഞ ഒരാളുണ്ടായിരുന്നു, അയാൾക്ക് നല്ലൊരു എസ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ റിഫായി തങ്ങൾക്ക് കണ്ടപ്പോ എസ്റ്റേറ്റ് നമുക്ക് വലിയ കമ്പം. ഇസ്മായിലൊക്കെ നിങ്ങളെ എസ്റ്റേറ്റ് കൊടുക്കണം, തങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കാൻ, ഞാൻ കൊടുക്കില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട എസ്റ്റേറ്റ് ആണ്. ഹൈ, നിങ്ങൾ അങ്ങനെ പറയല്ലേ. അങ്ങനെ പല വിലയും പറഞ്ഞു നോക്കി, ഒന്നിനും വഴങ്ങുന്നില്ല. അവസാനം സ്വകാര്യത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇസ്മായിലെ, ഞാൻ അള്ളാന്റെയൊക്കെ പിന്നെ ഉമ്മാന്റെ ഭയത്തിൽ വെച്ച് വാങ്ങിയ 4 സുവർഗം ഉണ്ട്, അതാണ് തന്നാലോ? അതിന് ഇസ്മായിൽ വീണുപോയി, ഖുറാഫിയല്ലേ വീണുപോയി. എന്നാ തിരക്കളില്ല. അങ്ങനെ ഇസ്മായിലാക്കാക്ക് മൂപ്പര് ഇത് വിറ്റു. വെറുതെ പറയല്ല, കേട്ടോളി. ഇസ്മായിൽ അന്നോരിൽ ചോദിച്ചൊരു തോപ്പ് ആയ വിലക്ക് താരുമൊന്ന് കേട്ടോവർ. ദുനിയാവിലുള്ള മൂതലന്നിൽ വേണ്ടാന്ന് ദുഷ്കരമായി 4 സുവർഗം കൊടുത്തോവർ. തങ്ങൾ പാപ്പ ദുനിയാവിലുള്ള എന്ത് സ്വത്താണ് ആ എസ്റ്റേറ്റ് ഇസ്മായിൽ തെരുവിലിട്ട് അത് നിങ്ങൾ പിന്നാലെ കൂടണ്ടോ എന്ന് പറഞ്ഞപ്പോ ബുദ്ധിമുട്ടിയിട്ട് ഗതികെത്തിട്ട് അവസാനം 4 സ്വർഗം കൊടുത്തു. ഏതൊക്കെയാ സ്വർഗം? മഅവാദിനും ഫിർദൗസ് ഖുൽദിനും മറുഖത്താവർക്കന്ന് ഖുദ്റത്താൽ വന്നോവർ. ജന്നത്തുൽ മഅവ, ജന്നത്തുൽ അദ്ൻ, ജന്നത്തുൽ ഫിർദൗസ്, ജന്നത്തുൽ ഖുൽദ്. ഒക്കെ മൂപ്പര് കൊണ്ടുപോയി. നിങ്ങളിങ്ങനെ കുത്തിരുന്നോളി. ഒക്കെ മൂപ്പര് കൊണ്ടുപോയി 4 സ്വർഗം. അപ്പൊ റിഫായി തരീക്കത്തിൽ ആളുകൾ ഇപ്പൊ നമ്മളെ ശൈഖ് വാങ്ങിച്ച 4 സ്വർഗം ഉണ്ടാവുമല്ലോ വിചാരിച്ചിക്ക. അത് മൂപ്പര് കരിഞ്ചന്തൊക്കെ വിറ്റു. എന്നിട്ടോ അതിന്റെ റൈസർ കഴിയുന്നതിന് മുമ്പ് തങ്ങൾ പാപ്പ മരിച്ചുപോയി. നോക്കുമ്പോ ഇസ്മായിലാക്കാന്റെ ഖബറും പുറത്തുനിന്നാ പിന്നെ കിട്ടണത്. മാനീതം കത്ത് കാബറിൻ പുറത്തിന്ന് മക്കൾ എടുത്തോലി കയ്യിൽ കൊടുത്തോവർ. നോക്കി അവർ മക്കൾ 4 ആൾക്കും ഒത്തിട്ട് നിർണയം കത്ത് 4 ആക്കി കൊടുത്തോവർ. വാങ്ങി നോക്കുമ്പോ ആധാരത്തിൽ എന്താ അറിയോ? 4 സ്വർഗവും മൂപ്പര് 4 മക്കളെ പേരിലാക്കിയിട്ട് റേസ് ആക്കിയിട്ടാ മരിച്ചു. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും?
അള്ളാന്റെ സ്വർഗത്തിന്റെ ഒരു ബലേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആകാശഭൂമികൾ കണക്കെ വിശാലമായ സ്വർഗം, കണ്ണുകൾ കണ്ടിട്ടില്ലാത്ത, കാതുകൾ കേട്ടിട്ടില്ലാത്ത, ഹൃദയങ്ങൾക്ക് നിരൂപിക്കാൻ പോലും സാധിക്കാത്ത സ്വർഗീയ സുഖ സൗകര്യങ്ങളുടെ സ്വർഗം വയറ്റിൽ വെച്ച് സത്യഗ്രഹം ചെയ്ത് വാങ്ങി കരിഞ്ചന്തക്ക് കച്ചവടാക്കി. ഇതൊക്കെ വിശ്വസിച്ചാലേ നമ്മൾ സുന്നിയാവുള്ളൂ. അതാണ് ഖുറാഫി, നമ്പർ 1 ഖുറാഫി. മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്തുക്കൾ, ഇതൊക്കെ വിശ്വസിക്കണം. ഇതൊക്കെ സത്യസമ്പൂർണ്ണാണ്. മാലകൾ സത്യസമ്പൂർണ്ണമല്ലെങ്കിൽ ഖുർആൻ സത്യസമ്പൂർണ്ണമല്ല. മാത്രല്ല, മുഹിയുദ്ദീൻ മാലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങള്, മുഹിയുദ്ദീൻ മാല തെറ്റാണെന്ന് പറഞ്ഞ സഡൻ ആക്ഷനാ, അപ്പൊ തന്നെ കൊല്ലുന്നാണ്. ഞാനൊക്കെ എന്ന് തട്ടിപ്പോണ്ട വരും. ഞാൻ എത്ര കൊല്ലായത് പറയൽ തുടങ്ങിയിട്ട് എന്താ പറഞ്ഞറിയോ? എന്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലൂകിൽ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞ് ഞാൻ എന്നോവർ. പിന്നെ കേൾക്കൂല, അപ്പൊ തന്നെ കൊല്ലും. അങ്ങനത്തെ വേഷാണെന്നാണ്. അവരുടെ ദീനേയും ശേഷം ദുനിയാവേയും ആഖിറം തന്നെയും പോക്കും അതെന്നോവർ. ദീനും ദുനിയാവ് ആഖിറത്തെ പോക്കിക്കളയും. മാത്രമല്ല, ചെല്ലിയാലെ കൂലി എന്താന്ന് നിങ്ങള് ഒരു ഹർഫും വിടാതെ ചെല്ലിയ നാളെ പരലോകത്ത് നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്ന അവർ. ഒരു ഹർഫും വിടാതെ ചൊല്ലിയാല് നിങ്ങൾക്ക് സ്വർഗത്തിൽ പാലസ്, നല്ല പിന്നെ കൊട്ടാരം, 1 ഇഞ്ച് സ്ഥലം കിട്ടിയെങ്കിൽ വിചാരിച്ചിട്ടാ നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നതില്ലേ. മൊഴിയൊന്നും കളയാതെ പിണയാതെ സ്വന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. മാത്രല്ല, പുതിയ മുഹിയുദ്ദീൻ മാല എന്നറിഞ്ഞിട്ട് മലയാള കൊല്ലം 1078 ഉണ്ടാക്കിയൊരു കൊല്ലുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം നമുക്കെന്താണ്? അള്ളാഹു അസീസാണ്, ജബ്ബാറാണ്. അവനെ ജയിക്കാൻ ആർക്കും സാധ്യമല്ല, അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഒന്നിനും ഒരാൾക്കും അല്ലാഹുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇന്നഹു കാന അലീമൻ ഖദീറ. അള്ളാഹു എല്ലാം അറിയുന്നവനും കഴിവുറ്റവനുമാകുന്നു. എന്നാൽ ഈ മാല ചൊല്ലി നോക്കിയാല് അള്ളാഹിനെ തോൽപ്പിക്കുകയാണ്. ഒരു പെണ്ണ് വന്നിട്ട്, മച്ചിയായ പെണ്ണ, പ്രസവിക്കാത്ത പെണ്ണ, ഓള് വന്നിട്ട് ഷെയ്ഖിനോട് പറഞ്ഞു, എനിക്ക് കുട്ടികളില്ല, കുറെ കാലായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ മൊയ്തീൻ ഷെയ്ഖ് നേരെ അള്ളാഹുവിന്റെ വിധി തീരുമാനങ്ങൾ രേഖപ്പെടുത്തിയ ലൗഹുമായിട്ട് ബന്ധപ്പെട്ട് ലൗഹുൽ മഹ്ഫൂദ്. അപ്പൊ അവിടുന്നുള്ള വിവരം കിട്ടി, ഈ പെണ്ണിന് കുട്ടിയെ കൊടുക്കാൻ അള്ളാഹ് തീരുമാനിച്ചിട്ടില്ല. കാര്യം പറഞ്ഞാ പോലെ, പെണ്ണെ ഞാൻ നോക്കിയിട്ട് കാര്യമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കുട്ടിനെ തരേണ്ടതാ തീരുമാനം, വേം പോയിക്കോ. അതല്ല, മൂപ്പരെന്താ പറഞ്ഞ്, ഒരു കുട്ടിയില്ലെങ്കിൽ 2 കുട്ടി കൊടുക്കുക. പഠിച്ചവനോട് ഒരു കുട്ടിയില്ലെങ്കിൽ അരക്കുട്ടിയെങ്കിലും കൊടുക്കുന്നത് നമ്മളെക്കാൾ വലിയവരോട് പറയാ. അള്ളാഹ് 2 കൊടുക്കാൻ പറ്റില്ല, എന്നാ 3 കൊടുക്കുക. 3 കൊടുക്കാൻ പറ്റില്ല, എന്നാ 4 കൊടുക്കുക. ഇയാളങ്ങോട്ട് പറഞ്ഞു കയറി 7 വരെ എത്തി. അവസാനം പഠിച്ചവൻ പറഞ്ഞു, മൊയ്തീനെ ഞാൻ 7 കൊടുത്തോളാം, 8 എന്ന് പറയല്ലോ. കാരണം മൊയ്യത്തീൻ 8 എന്ന് പറഞ്ഞാൽ കൊടുത്തില്ലെങ്കിൽ ആരാത്? ആകാശഭൂമികളുടെ ഒക്കെ സഹായമാണ്. അള്ളാന്റെ മൂപ്പരെ സഹായമേ എന്നാ വിളിക്കല്. അള്ളാഹ് എന്നെ സഹായം വേണ്ടപ്പോ മൂപ്പരെ വിളിക്കല് എന്നാ. അപ്പൊ അവസാനം അള്ള 7 കുട്ടിയെ കൊടുത്തു എന്നാ. വെറുതെ പറയല്ലേ, കേട്ടോളി. മരടിയായുള്ള സീരിക്കൊരു കുട്ടിയെ മന്നാനെ നൽകി നീ അങ്ങേ മോളിന്തോവർ. മറുപടി ലൗഹില്ലാവർക്കില്ല പിള്ളകൾ മുറുക്കുന്നു 2 കൊടുക്ക് നീ ദയ്യാനെ. കൊടുക്കാൻ എളുപ്പത്തിലല്ലെങ്കിൽ 3 എണ്ണം കൊടുക്കണമങ്ങനെ 7ഓളം വിണ്ടോവർ. 8 രാതീരും മുമ്പായിറയോവൻ എമ്പി ഞാൻ 7 കൊടുപ്പാമാതെന്നോവർ. 8 എന്ന് പറയല്ലോ മൊയ്തീനെ, ഞാൻ 7 കൊടുത്തോളാം. പാരാ വലുത്? പഠിച്ചോനാ വലുത്, മൊയ്തീൻ ഷെയ്ഖാ വലുത്? നിങ്ങൾ ചിന്തിക്കണം. ഇതൊക്കെ ചെല്ലിയ ഒരു മനുഷ്യൻ 2ാമത് പോയി കുളിച്ചിട്ട് ഷഹാദത്ത് ചെയ്യലാണ്. അത്ര വലിയ കുഫ്റാദിനെ പഠിപ്പിക്കണത്. അത് മാത്രല്ല, ഒരിക്കൽ പെണ്ണിന്റെ ഭർത്താവ് മരിച്ചു, ഇയാളോട് വെച്ച് പരാതി പറഞ്ഞു. അപ്പൊ മൂപ്പര് മലക്കുൽ മൗത്തിനോട് വിളിച്ചു. റൂഹിനെ പിടിക്കുന്ന മലക്കിനോട് ഈ പെണ്ണിന്റെ മാപ്പിളന്റെ റൂഹാണ് കൊടുക്കുക. അപ്പൊ മലക്കുൽ മൗത്തിന് കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാനല്ലേ പറഞ്ഞാൽ ഇയാളിങ്ങനെ എണീറ്റ് മലക്കങ്ങോട്ട് പറന്നുപോയി. അപ്പൊ ഇയാളും പറന്ന് അന്തരീക്ഷത്തിൽ പിടിവലിയായി. അപ്പൊ മാല എഴുതുന്ന പറയണത്, ഈ മലക്കുൽ മൗത്തിന്റെ കൊട്ട ഉണ്ടായിരുന്നു, അതിലാണ് അന്ന് പിടിച്ച റൂഹൊക്കെ അടക്കം ചെയ്ത്. ഇയാള് കൊട്ട വാങ്ങിയിട്ട് എന്റെ മൂടി റേറ്റത്ര കഷ്ടാക്കുന്നുണ്ട്. അന്ന് മരിച്ചവർക്ക് മുഴുവൻ ജീവൻ തിരിച്ചിട്ട് എല്ലാ റൂഹും ക്ലീൻ ഔട്ട്. അവസാനം മലക്കുൽ മൗത്ത് അള്ളാന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, പഠിച്ചവൻ എന്നെടുത്ത പണിയൊക്കെ ബാത്തിലായല്ലോ. അപ്പൊ അള്ളാന്റെ നാട്ട് കിട്ടി. ഓന്റെ മലക്കുൽ മൗത്തെ, ആരാ നിന്നോട് ചോദിച്ചത്? അയാളെ ഞാൻ കൂടി ഗൗസേന്നാ വിളിക്കല്. അയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കുന്നത് ഞാൻ ഏറ്റ ആളെ തഞ്ചൊന്നരൊക്കെ നോക്കണ്ടോ? ഒന്ന് ചോദിച്ചപ്പോ കൊടുത്താ പോരാ, അതുകൊണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. ഹൈ ഹൈ എന്നും പറഞ്ഞിട്ട് അവിടുന്ന് ആട്ടി വിട്ടൂന്നാ.
വെറുതെ പറയല്ല, കേട്ടോളി. വലിയ ഒരു ഖാദിം മൗത്തായ സംഗീതം അവരെ സൗജത്ത് വന്ന് പറഞ്ഞാരെ, എന്റെ ഖാദിമിന്റെ റൂഹന്നിൽ തരേണം എന്ന് മലക്കുൽ മൗത്തോട് കേട്ടോവർ എന്ന് പറഞ്ഞാ കേട്ടു എന്നാ ചോദിച്ചു. തനിയോന്റെ അരുളാൽ കൂടി തതയങ്ങീനെ താരും ഞാനെന്ന് മാലക്ക് നബിണ്ടോവർ. നബിൽ കേട്ട് കയ്യില്ല മരർ പീഡിത്തുള്ള ജംബിലെ വേഗം പീഡിത്ത് പാടിത്തോവർ. കൊട്ടങ്ങട് പിടിച്ചു വാങ്ങി. അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ. ഏതോ തമിഴിനും കൂടി ഉണ്ടാക്കാം, അന്ത കൊട്ട ഉയിര് എന്നൊക്കെ ഉണ്ട്. ആ ക്ഷണമിൽ തുറന്നോവർ. തുറന്നിട്ട് അത് തന്നിൽ ഉള്ള ഉയിർകളെ തുള്ളി ഫറഫീച്ച് ഫാറ്റി വിടുത്തോവർ. വിട്ടതൈ കണ്ട് ആസിറായിൽ അല്ലാന്റെ വലിമഹാലുറത്തിലെത്തി പറഞ്ഞോവർ. അപ്പോൾ മലക്കോട് അല്ലാ അരുളിയെ ഒന്നു കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചതിതന്റെ കൗതല്ലേ, പൂതി പോൽ ഞാനോരിൽ കൊടുപ്പാവനെന്നോവാർ. അവർക്ക് പൂതിയുള്ളതൊക്കെ കൊടുക്കാന്ന് ഞാൻ ഏറ്റ സഹായമേന്ന് ഞാൻ വിളിക്കുന്ന ആളല്ല ചോദിച്ചത്. അപ്പൊ ആരാ വലുത്? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിശ്ചയിച്ച അവധിക്കൊരാളെ മരിപ്പിക്കാൻ അള്ളാഹ്ക്കൊരു പ്രയാസമല്ല. അള്ളാഹ് മരിപ്പിച്ചവർക്ക് ജീവൻ കൊടുക്കാൻ ആരെ കൊണ്ട് സാധ്യവുമല്ല. അള്ളാഹിനെ തോൽപ്പിക്കാൻ കഴിയുന്ന ഔലിയാക്കന്മാരിലാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇവിടെ പ്രസംഗിച്ച കല്ലൂര് പറയാണ്, മുജാഹിദീങ്ങൾക്ക് വലിയില്ല, നിക്കാഹിന്റെ വലിയ മാത്രമേ ഉള്ളൂ. നിക്കാഹിന് വലിയായിട്ടിരിക്കുമല്ലോ, വാപ്പ വലിയാണ് അല്ലെ, പെണ്ണിന്റെ വാപ്പ, ആ വലിയ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വലിയ ഉണ്ടാവും. വലിയ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേരാ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേരാ വലിയ. അല്ലാതെ വലിയ റെജിമെന്റ്, ഔലിയാക്കൾ റെജിമെന്റ് ആയിട്ട് റെജിമെന്റ് ഒന്നും ഉണ്ടാവില്ല. ആരാണ് വലിയെന്ന് നമുക്ക് അറിയാൻ പറ്റൂല. ഒരാൾ മരിക്കുന്ന സന്ദർഭത്തിൽ അയാൾ അള്ളാഹുമായി എത്ര കണ്ട് അടുത്തവനാണോ, എത്ര കണ്ട് അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടവനാണോന്ന് സൃഷ്ടികൾക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. മുസ്ലിയാക്കന്മാരെ വലിയ എന്ന ഈ ജാതിയാണ്. സമസ്തയുടെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അവരെ മിനിമം ക്വാളിഫിക്കേഷൻ അരപ്പിൽ ലൂസാകണമെന്നാണ്. സർവ്വ പിരാന്തന്മാരെയും പൂവിട്ട് പൂജിച്ച് നടക്കുക അല്ലേ. ഞാൻ ചോദിക്കട്ടെ, വേങ്ങര കോയപ്പാപ്പ വേങ്ങര അങ്ങാടിക്കൂടെ മുഴുവൻ ഭ്രാന്തനല്ലായിരുന്നു അയാൾ. കോയാക്ക തുണി എടുക്കൂല, അല്പം നിക്കരിക്കൂല. അന്ന് അയാൾ നൂളാമ്പാറ കൊണ്ടാകാനോ കുതിരവട്ടം കൊണ്ടാകാനോ ഒറ്റ ഹുറാഫ് ഉണ്ടായില്ല. അയാൾ മരിച്ചപ്പോ അയാളെ ജാറം കെട്ടിയിട്ട് താജുൽ ഔലിയ വേങ്ങര കോയപ്പാപ്പ, അതുവരെ കോയാക്കേ നമ്മളെ പിരാന്ത കോയ എന്ന് പറഞ്ഞ ആള് കോയപ്പാപ്പയായി. അപ്പൊ മരിക്കുമ്പോഴേക്കും ദർജ കൂടെ ഞങ്ങൾക്ക്. കാരണം ജീവനുള്ള കാലത്ത് അയാളെ വിറ്റ് കാശാക്കാൻ പറ്റൂല, മരിച്ചപ്പോ വിറ്റ് കാശാക്കാൻ പറ്റും. അതാ മുസ്ലിയാക്കന്മാരുടെ സ്വഭാവം. അതുപോലെ തന്നെ എത്ര എത്ര ഭ്രാന്തന്മാരുണ്ട്. ഇപ്പൊ വീരാനൗലിയ എന്ന് പറയും, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആള്. അയാൾക്ക് ശരിക്കും തലക്ക് സുഖമില്ലാത്ത ആളിന് അയാൾ ഇവരെ ഔലിയാക്കി. എത്ര എത്ര തലക്ക് സുഖമില്ലാത്ത ആൾ ഔലിയാക്കി കൊണ്ടിടക്കുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് വലിയുണ്ട്, വിലായത്തുണ്ട്, പക്ഷെ നിങ്ങൾ പറയുന്ന അർത്ഥത്തിലല്ല. പിന്നെ അൽ വിലായത്ത് വൽ കറാമ എന്ന പുസ്തകത്തിൽ KM മൗലവി അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് മുസ്ലിയാക്കന്മാര്. അത് അൽ വിലായ വൽ കറാമ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമാണമൊന്നുമല്ല. അത് അദ്ദേഹം ഒരു മുസ്ലിയാരായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. ആദ്യകാലത്ത് അദ്ദേഹം ജമിയത്തുൽ ഉണ്ടാക്കിയപ്പോ അദ്ദേഹം പണ്ട് പഠിച്ചതനുസരിച്ച് അദ്ദേഹം എഴുതിയ ബുക്കാണ്. അതിൽ പല അബദ്ധങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരള ജമിയത്തും അത് പുനഃപ്രസിദ്ധീകരിക്കാത്തതും. അല്ലെ, ഞങ്ങൾ പുനഃപ്രസിദ്ധീകരിക്കൂലേ? പല തെറ്റുകൾ ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു സാധാരണ മുസ്ലിയാർക്ക് വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ തിരുത്താതെ ബാക്കിയുണ്ട്. അതൊന്നും വായിച്ച് നേരം കളയേണ്ട ആവശ്യമില്ല. ഞങ്ങളതൊന്നും അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് തുറന്നു പറയുന്നതിൽ യാതൊരു മനസാക്ഷിക്കുത്തമില്ലാത്തവരാണ് ഞങ്ങൾ. കാരണം അള്ളാന്റെ റസൂലിന് മാത്രമേ തെറ്റുപറ്റാതിരിക്കുള്ളൂ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ മുസ്ലിയാർ പറയാണ്, റിഫായി ഇമ്മാന്റെ വയറ്റിൽ വെച്ച് സംസാരിച്ച എന്താ തെളിവ് നിങ്ങള്? ഇബ്രാഹിം നബി പണ്ട് വിളിച്ചു പറഞ്ഞു, വാദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിനെ സംബന്ധിച്ച് നീ വിളംബരം ചെയ്യുന്ന അള്ള വിളിച്ചു പറഞ്ഞപ്പോ ആ വിളി കേട്ടിട്ടാ നമ്മളൊക്കെ ഹജ്ജിനോണ്. നിങ്ങൾ ആരെങ്കിലും കേട്ടിക്കുന്ന വിളി? ഞാൻ പോയിക്കണം 4 വട്ടം, ഞാൻ കേട്ടില്ല. ഉറങ്ങുമ്പോൾ കൂടി കേട്ടില്ല. എന്തായി പറയുന്നത്? അള്ളാഹു ഹജ്ജ് നിർബന്ധാക്കി. മുഹമ്മദ് നബി എന്നാ ഹജ്ജ് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമേ കേട്ടിട്ടുണ്ടാവൂലോ ഇബ്രാഹിം നബിന്റെ വിളി. എന്നാ മക്കത്ത് തന്നെ ഒന്ന് പോയിക്കൂടാഞ്ഞോ? 13 കൊല്ലം മക്കത്ത് നിന്നിട്ട് ഹജ്ജ് ചെയ്തില്ല. പിന്നെ മദീനത്ത് വന്നിട്ട് വഫാത്തായ ആ വർഷത്തിലെ ഹജ്ജിന് പോയത്. എന്തേ കാരണം? ഇബ്രാഹിം നബിയുടെ വിളിയല്ല, മറിച്ച് ഹജ്ജ് അള്ളാഹു നിർബന്ധമാക്കി. അപ്പൊ പോയി. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് വിളിച്ചു, അന്നത്തെ ആളുകൾ കേട്ടു, അതിൽ വന്നു. അത് ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകള്
ആ തത്വത്തിനനുസരിച്ച് പ്രവാചകന്മാർ പഠിപ്പിച്ചു. ഇങ്ങനെ ഇബ്രാഹിം നബി വന്നിരുന്നു എന്നും അദ്ദേഹം വിളിച്ചിരുന്നു എന്നും അതാണ് ഹജ്ജിന്റെ അടിസ്ഥാനം നബി പറഞ്ഞപ്പോഴല്ലേ നമ്മൾ അറിഞ്ഞത്. അങ്ങനെ നബിയാണ് നമുക്ക് ഹജ്ജ് പഠിപ്പിച്ചെന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹജ്ജിന് പോണത്. അല്ലാതെ ഓരോ മനുഷ്യനും ഇബ്രാഹിം നബിന്റെ വിളി കേട്ടിട്ടല്ല. എന്നിട്ട് വിളി കേട്ടു എന്നുള്ളതാണ് സംസാരിച്ചു എന്നുള്ളതിന് തെളിവ്. എങ്ങനെയുണ്ട്? അത് ഖുർആനിലുള്ള വാദിൻ പിന്നാസ്, ഇത് കീറ കിതാബിലുണ്ടാവും. രണ്ടും കൂടി എങ്ങനെ യോജിക്കല്? ആ തരത്തിലാണ് മുസ്ലിയാക്കന്മാര് ന്യായീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മുസ്ലിയാക്കന്മാരുടെ കള്ളവാദങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബകം എന്നോ എന്ന് പറയുന്നുണ്ട്. കുപ്പിന്റെ ഉള്ളിലുള്ള സാധനം കാണുന്നത് പോലെ വൈദ്യശയ്ക്ക് നമ്മളെ കൽബിലുള്ളത് കാണും. അള്ളാഹുവിന്റെ റസൂലിന് പോലും സാധിച്ചിട്ടില്ല സ്വന്തം ഭാര്യയുടെ മനസ്സിലുള്ളതറിയാൻ. സ്വന്തം ഭാര്യയെ കുറിച്ച് അപവാദം പ്രചരിക്കപ്പെട്ട സന്ദർഭത്തിൽ അള്ളാന്റെ റസൂല് കട്ടിലിൽ മുഖത്തോട് മുഖം നോക്കിയിരിക്കാണ്. ആയിഷ, നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം. അവസാനം അള്ളാഹ് ആയത്തിറക്കി. ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞുപോയി. അപ്പോഴേക്കും എത്രയോ സഹാബികൾ ആയിഷ ബിബി റളിയല്ലാഹുവിനെ തെറ്റ് ചെയ്തു എന്ന് വിശ്വസിച്ചവരും ചെയ്തില്ല എന്ന് വിശ്വസിച്ചവരും ഉണ്ടായിരുന്നു. അള്ളാന്റെ റസൂൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, നബിക്ക് പോലും അറിയാത്തതാണ് മനസ്സിലുള്ള കാര്യം. എന്നിട്ട് ഈ ശൈഖിനെ അറിയും. അപ്പൊ അതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് റിഫായി ശൈഖിന്റെ ആളുകൾ എന്തുണ്ടാക്കി? റിഫായി ശൈഖ് അമ്മാമനും മൊയ്തീൻ ശൈഖ് മരുമകനോ പെങ്ങളെ മോനോ അവർ രണ്ടും കൂടി ഒളിച്ചു കളിച്ചപ്പോ മൊയ്തീൻ ശൈഖിന്റെ പുരികത്തുമ്പോ പോയി ഒളിച്ച് റിഫായി ശൈഖ്. അപ്പോ തെരഞ്ഞിട്ട് കാണില്ല. അപ്പൊ തെരഞ്ഞു കാണാതായ കുട്ടികൾ സാക്ഷി കളിക്കുമ്പോണ്ടല്ലോ ഒഴിച്ചോന്ന് ചോദിക്കും. കാണാതെ ആവുമ്പോ എവിടെ തെരഞ്ഞെടുത്ത് കാണില്ല, ഒഴിച്ചപ്പം തോറ്റു എന്നാണ്. അപ്പൊ വൈദ്യശേ കാണാ ഒഴിച്ച്. അപ്പൊ കണ്ണും പുരികത്തും ഈ പൈസക്ക് താഴത്തേക്ക് ചാടിയുന്ന. അപ്പൊ എന്തായി? കണ്ണ് കാണാത്തതും കൽവകത്തുള്ളതും കാണുന്ന ആളല്ലേ നിങ്ങളെ ശൈക്ക്. എന്നിട്ട് ഞങ്ങളെ ശൈക്ക് നിങ്ങളെ ശൈക്കിന്റെ കണ്ണും പുരികത്തും വരുന്നില്ല. കാണുന്ന സാധനം കണ്ണാണ്, അതിന്റെ പുരികത്തും ഇരുന്നിട്ട് കണ്ടില്ല. എന്നിട്ട് അപ്പൊ അദ്ദേഹത്തിന് കാണുന്നത് എന്ന് പറഞ്ഞിട്ട് റിഫായി ശൈഖ് വരെ കളിയാക്കിയതാ. അതിൽ വൈരുദ്ധ്യമില്ല എന്നാ മുസ്ലിയാർ പറഞ്ഞത്. വൈരുദ്ധ്യം അല്ലാതെ മുസ്ലിയാരെ ആരാന്റെ ഹറാമത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് അതിൽ വൈരുദ്ധ്യം ശരിക്കും മനസ്സിലാകുന്നുണ്ട്. മൊയ്യദ്ദീൻ തരീഖത്തിനെ തോൽപ്പിക്കാൻ റിഫായി തരീഖത്തിനെ ഉണ്ടാക്കിയതാ അത്. ആ വൈരുദ്ധ്യം നിങ്ങൾ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിന്റെയും ഖിളിർ നബിയുടെയും സംഭവത്തില് ഖിളിർ നബി ഒരു കുട്ടിനെ കൊന്നല്ലോ. അപ്പൊ ആ കുട്ടി മുതിർന്നു വന്നാൽ തന്റെ രക്ഷിതാക്കളെ വഴിപഴപ്പിക്കുമെന്ന അദൃശ്യ കാര്യം ഖിളിർ നബി അറിഞ്ഞില്ലേ? നാം മൂസാ നബി നബിയെന്നല്ലേ എന്റെ മൂപ്പരറിയാഞ്ഞ്? അത് ചിന്തിച്ചാ ഖുറാഫിയാവില്ലല്ലോ. അവിടെ മൂസാ നബി ഉണ്ടല്ലോ കൂടെ, അദ്ദേഹം അറിഞ്ഞില്ലല്ലോ. ഖിളിർ നബി അറിഞ്ഞത് അള്ളാഹ് അറിയിച്ചു കൊടുത്തതുകൊണ്ടാണ്. അള്ളാഹ് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്റെ കൽപ്പന പ്രകാരം ചെയ്തല്ല, അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നതാണെന്ന് ഖിളിർ നബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് അറിയിച്ചു കൊടുത്ത അറിയുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തന്നെ സുഹൃത്തുക്കളെ യാതൊരു തർക്കവും ഇല്ല. പിന്നെ ഇവിടെ ഒരു സുന്നി പ്രവർത്തകൻ തൃക്കരിപ്പൂർ, പേര് പോലും വെളിപ്പെടുത്താൻ ധൈര്യമില്ലാത്തൊരു സുന്നി പ്രവർത്തകന്റെ നോട്ടീസ് ഉണ്ട്. ഈ സംശയങ്ങൾക്ക് മറുപടി നൽകുമോ? എന്താ പല സംശയം തറികളെ? ഖുർആനും ഹദീസും മുറുകെ പിടിച്ചാണ് നാം ജീവിക്കേണ്ടത് മുജാഹിദുകളും മറ്റും പറയുന്നത് കേൾക്കുമ്പോൾ ഏറെ ആവേശം തോന്നുന്നു. എന്നാൽ ചില സംശയങ്ങൾ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. വ്യക്തമായ മറുപടി നിന്ന് തൃപ്തിപ്പെടുത്തിയാൽ വളരെ ഉപകാരം. മറുപടി തരാം, പക്ഷെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞോണമെന്നില്ല. കാരണം തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിഷയമല്ല. ഖുർആനും ഹദീസും എനിക്ക് എവിടെ നിന്ന് ലഭിക്കും? സാധു ഖുർആൻ കണ്ടിട്ടുണ്ടാവില്ല. സ്വന്തം ബാപ്പയും ഈ മുസ്ലിമാണോ? ബാപ്പാനോടും ഉമ്മാനോടും ചോദിച്ചാൽ എവിടുന്ന അമ്മ ഖുർആൻ കിട്ടുക, എവിടുന്ന അമ്മ ഹദീസ് കിട്ടുക മനസ്സിലാവും. മദ്ഹബിന്റെ ഇമാമുകൾ വഴി പഠിച്ചതേ എനിക്കറിയുകയുള്ളൂ. മദ്ഹബിന്റെ ഇമാമുകൾ 300 കൊല്ലം കഴിഞ്ഞിട്ടാണ് മദ്ഹബിലേക്ക് ആളുകൾ വരുന്നത്. 100 ചില്ലാനം കൊല്ലം കഴിഞ്ഞിട്ടാണ് മദ്ഹബിന്റെ ഇമാമുകൾ ജനിക്കണെന്ന്. അതിന് മുമ്പുള്ള ആളുകൾക്കൊക്കെ ആരെ ഖുർആൻ കൊടുത്തത്? ആ ഖുർആനാ ഞങ്ങളെയൊക്കെ കണ്ടത്. മദ്ഹബിന്റെ ഇമാമുകൾ ഇമാം ഷാഫി, അബു ഹനീഫ, ഇമാം മാലിക് ബിൻ അനസ്, അഹ്മദ് ബിൻ ഹംബൽ അവർ കർമ്മശാസ്ത്ര കാര്യങ്ങളിലെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. ഖുർആനിൽ ഒരു കർമ്മശാസ്ത്രമേ ഉള്ളൂ. ഖുർആനിൽ ചരിത്രമില്ലേ? വിശ്വാസ കാര്യങ്ങൾ എമ്പാടുമില്ലേ? അതിനെ സംബന്ധിച്ചൊക്കെ മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ വിശ്വാസരംഗത്തുള്ള അബൂ മൻസൂർ അൽ മാതുരീദിയുടെയും അതുപോലെ അബുൽ ഹസൻ അശ്ശരിയുടെയും മദ്ഹബാണോ? അവർ വരുന്നതിന് മുമ്പ് മുസ്ലിങ്ങൾ ജീവിച്ചിട്ടില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, മുസ്ലിമീങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഖുർആൻ പഠിച്ചതും മനസ്സിലാക്കിയതും അവർ ജീവിക്കുന്ന ആ സമൂഹത്തിൽ നിന്നാണ്, അവിടെ ഉള്ള പണ്ഡിതന്മാരിൽ നിന്നാണ്. ആ പണ്ഡിതന്മാർ ചിലപ്പോൾ മദ്ഹബുള്ളവരാകും, മദ്ഹബില്ലാത്തവരാകും. പക്ഷെ മദ്ഹബുള്ളവരിൽ നിന്ന് പഠിച്ചാലും മദ്ഹബിനനുസരിച്ചൊരു കാര്യം തെറ്റാണെന്ന് പിൽക്കാലത്ത് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തുവാനുള്ള സന്മനസ് കാണിക്കണം. അതാണ് മദ്ഹബിനെ പിൻപറ്റുക എന്നത് തെറ്റല്ല, മദ്ഹബിനെ തഖ്ലീദ് ചെയ്യലാണ് തെറ്റ്. തഖ്ലീദും പിൻപറ്റലും തമ്മിൽ എന്താ വ്യത്യാസം? പിൻപറ്റുക എന്ന് പറഞ്ഞാൽ തെളിവിനോട് യോജിച്ചത് എടുക്കുക എന്നാണ്. തഖ്ലീദ് എന്ന് പറഞ്ഞാൽ തെളിവ് എതിരാണെങ്കിൽ പോലും കണ്ണടച്ചനുകരിക്കുക, തെളിവ് ന്യായവും നോക്കാതെ.
ഇപ്പൊ ഹനഫി മദ്ഹബിൽ വലദ്ദാലിൻ മഗ്രിബിലും ഇശായിലും സുബൈക്കൊക്കെ ഇമാമ് പറഞ്ഞാൽ നമ്മൾ ആമീൻ ഉച്ചത്ത് പറയും. ഹനഫികളത് പറയില്ല. ഹദീത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്താൽ ആമീൻ എന്ന് പറഞ്ഞിട്ട് റസൂലിന്റെ കാലത്ത് സഹാബത്തിന്റെ കാലത്ത് പള്ളി മുഴങ്ങിയിരുന്നു എന്ന് പറഞ്ഞു കൊടുത്താൽ അവർ സ്വീകരിക്കൂല. ഞങ്ങൾ ഹനഫികളാണ് എന്ന് പറയും. ഇതാണ് മദ്ഹബിന്റെ പക്ഷപാതിത്വം. ഈ പക്ഷപാതിത്വത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതുകൊണ്ട് ഖുർആനിലും ഹദീസിലും ഉണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ ആര് പറഞ്ഞാലും എടുക്കാം. ഈ 4 മദ്ഹബിന്റെ ഇമാമുകളല്ല, പിന്നെയും കുറെ ഇമാമുകൾ ജീവിച്ചിരുന്നു. അവർക്കൊന്നും ശിഷ്യന്മാരെ കിട്ടുകയോ ഭരണകൂടങ്ങളെ പിൻബലം ലഭിക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് അവരുടെ മദ്ഹബുകൾ ലോകത്തറിയപ്പെടാതെ പോയത്. അതുകൊണ്ട് ഏത് ഇമാമുകൾ പറഞ്ഞതും നമുക്ക് സ്വീകരിക്കാം. ഒരേ ഒരു നിബന്ധന മാത്രം, ഖുർആനിനോടും ഹദീസിനോടും യോജിച്ചതായിരിക്കണം. മാത്രമല്ല, അവർ പറഞ്ഞത് ഖുർആനും ഹദീസും എതിരാണെന്ന് ഏതെങ്കിലും കാലത്ത് നമുക്ക് ബോധ്യപ്പെട്ടാൽ അവരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അത് തള്ളിക്കളയണം. 4 മദ്ഹബിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാന്നുള്ളതല്ല. 4 അല്ല 40 ഉണ്ടെങ്കിൽ 40 മദ്ഹബിനെ കുറിച്ചും പഠിക്കണം. എന്നിട്ട് അതിൽ ഖുർആനോടും സുന്നത്തിനോടും യോജിച്ചതെടുക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതല്ലാതെ മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞതൊക്കെ തെറ്റാണെന്നോ അല്ലെങ്കിൽ അവർ പറയുന്നത് മുഴുവൻ ശരിയാണെന്നോ ഞങ്ങൾ പറയുന്നില്ല. അവർ തെറ്റുപറ്റാൻ സാധ്യതയുള്ള മനുഷ്യന്മാരാണ്. ഇമാമുകളും പറഞ്ഞിട്ടാ എന്നോട് ഞങ്ങളെ വാക്ക് നിങ്ങൾ ചങ്ക് തൊടാതെ വിഴുങ്ങണം അവർ പറഞ്ഞിട്ടില്ല. ഇദാ റഅയ്തും ഫീ കലാമി മാ യുഖാലിഫുൽ ഹദീസ്, ഹദീസിനെതിരായി എന്റെ വാക്കിൽ നിങ്ങൾ വല്ലതും കണ്ടാൽ, ഇമാം ഷാഫി പറയാണ്, ഫഅമറു ബിൽ ഹദീസി, നിങ്ങൾ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യണം. വദ്രിബു ബി കലാമിൽ ഹൈത, എന്റെ വാക്കിനെ നിങ്ങൾ തോട്ടിലെറിയണം. അപ്പോ തെറ്റാണെന്ന് കണ്ട മദ്ഹബിന്റെ കിതാബുകൾ നിങ്ങൾ പഠിച്ചോളൂ, വായിച്ചോളൂ. പക്ഷേ അതിൽ ഹദീസിന്റെ എതിരുണ്ടെന്ന് കണ്ടാൽ, ഖുർആനെതിരുണ്ടെന്ന് കണ്ടാൽ അത് സ്വീകരിക്കാൻ പാടില്ല. അതാണ് ആ കാര്യത്തിൽ പറയാനുള്ള മറുപടി. ഖുർആനിലും ഹദീസിലും ഉണ്ടെന്ന് അവർ പറയുന്ന കാര്യങ്ങൾ എടുക്കാൻ പാടില്ലെന്നാണല്ലോ നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അവർ പറയുന്നത് കൊടുക്കുക, അവരല്ലാത്തവർ പറയുന്നത് കൊടുക്കുക, മുസ്ലിം ആയാൽ മതി. പക്ഷേ ഖുർആൻ ഹദീസും എതിരാണെങ്കിൽ അത് എടുക്കാൻ പാടില്ല. അപ്പോൾ അവർ പഠിപ്പിക്കുന്ന ഖുർആനും ഹദീസും എടുക്കാനും മാർഗമില്ലല്ലോ. മാർഗമുണ്ട്. ഈ നിബന്ധന അനുസരിച്ചെടുക്കാം, ആരതും എടുക്കാം. മദ്ഹബിന്റെ ഇമാമുകളെ തഖ്ലീദ് ചെയ്ത് ഖുർആനും ഹദീസും നമുക്ക് എത്തിച്ചെന്ന പണ്ഡിതന്മാർ സന്മാർഗികളാണോ അല്ലയോ? അവർ തഖ്ലീദ് ചെയ്തിട്ട് നമുക്ക് ഖുർആനിൽ എത്തിച്ചു തന്നതിനെ കണ്ണടച്ച് അനുകരിക്കാൻ അവർ ഉപദേശിക്കുകയും ഞങ്ങളെ വാക്കാണ് ദീനിലെ പ്രമാണം അവർ പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സന്മാർഗികളല്ല. ഞങ്ങൾക്ക് കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിങ്ങൾക്കിതാ എത്തിച്ചു തരുന്നു. ഇത് നിങ്ങൾ സഹിഹായി തോന്നിയതും തെളിവുകളോട് യോജിക്കുന്നു നിങ്ങൾ എടുത്തോളിന്ന് അവർ പറഞ്ഞതാണെങ്കിൽ അവർ സന്മാർഗികളാണ്. തഖ്ലീദ് പാടില്ലാത്തതാണെങ്കിൽ അത്തരം ആളുകളിൽ നിന്ന് ഖുർആനും ഹദീസും പഠിക്കാമോ? എത്തരം ആളുകളിൽ നിന്ന് തഖ്ലീദിന് പ്രമാണമായി അംഗീകരിക്കുകയും ഖുർആനും ഹദീസിനും എതിര് കണ്ടാലും മദ്ഹബിന്റെ വാക്കുകൾ എടുക്കണമെന്ന് പറയുകയും ചെയ്യാണോ? അവരുടെ എടുക്കാൻ പാടില്ല. അതേസമയത്ത് ഞാനൊരു മദ്ഹബ് അനുസരിച്ച് പഠിച്ചതാണ്, ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ്, ഹദീസിനെതിര് കണ്ടാൽ ഞാൻ മദ്ഹബ് ഉപേക്ഷിക്കും, റസൂലിന്റെ ഹദീസ് എടുക്കും എന്ന് പറയുന്ന ആളാണോ? അയാളുടെ സ്വീകരിക്കാം. ഹദീസിനെതിര് കണ്ടാലും മദ്ഹബിൽ കടിച്ചു തൂങ്ങുന്നവനാണെങ്കിൽ അയാളടുത്ത് പഠിക്കാൻ പാടില്ല. അതല്ല, ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് വാങ്ങുന്ന മുസ്ഹഫും ഹദീസ് ഗ്രന്ഥങ്ങളും അവലംബിച്ചാണോ ദീൻ പഠിക്കേണ്ടത്? ബുക്ക് സ്റ്റാളിൽ തന്നെ മുസ്ഹഫ് കിട്ടുള്ളൂ, അല്ലാതെ കള്ളുഷാപ്പെന്നോ അല്ലെങ്കിൽ വേറെ ഇടുന്നോ അത് കിട്ടൂല. ബുക്ക് സ്റ്റാളിൽ തന്നെ കിട്ടുക. ബുക്ക് വിൽക്കുന്ന സ്ഥലത്താണ് മുസ്ഹഫ് ഹദീസ് ഗ്രന്ഥങ്ങളും കിട്ടുക. അതനുസരിച്ച് തന്നെ പഠിക്കേണ്ടത്. പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയുന്ന ഒരു ഉസ്താദിനെ അടുത്തിരുത്തണം. അത് നല്ല ഖുർആനും ഹദീസും പ്രമാണാക്കുന്ന ആളാണെങ്കിൽ ഏറ്റവും നന്ന്. അപ്പൊ ഒറിജിനൽ ആണെന്നതിന് തെളിവ് എന്താണ്? വീട്ടിലുള്ള ഖുർആനായിട്ട് കൊണ്ടുപോയി ഒത്തു നോക്കുക, അക്ഷരത്തിന് വല്ല മാറ്റം ഉണ്ടോ, അപ്പൊ ഒറിജിനൽ ആണെന്ന് മനസ്സിലാവും. മുസ്ലിയാരെ കൊണ്ട് പരിശോധിപ്പിക്കരുത് മാത്രം. മാലയും മൗലീദും കുത്തുബിയത്തും മറ്റും നടത്തിപ്പോരുന്ന ഞാനടക്കമുള്ള സുന്നികൾ മുശ്രിക്കീങ്ങളാണോ അല്ലയോ? അത് ശിർക്കാണെന്ന ബോധ്യത്തോടു കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ മുശ്രിക്കീങ്ങളാണ്. അത് ശിർക്കാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, മഹാന്മാരെ ബഹുമാനിക്കലാണെന്നാണ് ഉസ്താദന്മാര് പറയുന്നത്. തെറ്റില്ലാത്ത തൗഹീദിനെതിരല്ല എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുശ്രിക്കായിട്ടില്ല, ആയി പോകാതിരിക്കാൻ നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് കുറച്ച് കേൾക്കണം. മുശ്രിക്കീങ്ങളാണെങ്കിൽ നിസ്കാരത്തെ ഇമാമത്ത് വിവാഹമെന്ന വറുത്ത് ഭക്ഷിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ എന്താണ് വിധി? ഞങ്ങൾ മുശ്രിക്കാണ് എന്ന് സമ്മതിക്കുന്ന ഒരാളെ ഇമാമത്ത് നിർത്താൻ പാടില്ല, ഒലർത്ത് തിന്നാനും പാടില്ല, ഓലത്തോട് നിസ്കരിക്കാനും പാടില്ല. ഞങ്ങൾ മുശ്രിക്കൊന്നല്ല, ഞങ്ങൾ മൂമിൻ തന്നെയാണ്, ഞങ്ങൾ ഖുർആൻ ഹദീസ് അനുസരിച്ച് തന്നെയാണ് ജീവിക്കണത്, ഞങ്ങൾ പറയുന്നതാണ് തൗഹീദ് എന്ന് വാദിക്കുന്നവരാണെങ്കിൽ അവനെ മുശ്രിക്കാണെന്ന് മുദ്രകുത്താൻ നമുക്ക് നിർവാഹമില്ല. നീട്ടിപ്പരത്തി പറയാതെ ചുരുങ്ങിയ വാക്ക് വ്യക്തമായി ഖണ്ഡിതമായി മറുപടി പറയുക. ഓന്റെ ചെലവിൽ അവിടെ പ്രസംഗിക്കണമെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് സൗകര്യം പോലെ ഞങ്ങൾ മറുപടി പറയാം. ഞങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ നീട്ടിപ്പരത്തിയല്ല പ്രസംഗിക്കല്. കഴിഞ്ഞ ആഴ്ച നാദാപുരത്ത് പേരോട് മുഖാമുഖം നടത്തി. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായ മുജാഹിദ് ചോദ്യം ചോദിക്കാൻ ചെന്ന പോനോട് ചോദ്യം, നിങ്ങൾ മുഖല്ലിദോ മുജ്തഹിദോ ഇപ്പൊ പറയണം. നിങ്ങൾ ഷാഫിയാണോ ഹനഫിയാണോ യുക്തിവാദിയാണോ നിരീശ്വരവാദിയാണോ ഇപ്പൊ പറയണം.
ഇയാൾ പറഞ്ഞു, ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകളൊന്നും എനിക്കറിഞ്ഞൂടാ, എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടണം. അത് പറഞ്ഞു ഉരുട്ടിപ്പരത്തി നേരം കളഞ്ഞു. ഞങ്ങൾ അത് പറയില്ല, ഞങ്ങൾ ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം പറയും. നീട്ടിപ്പരത്തി പറയരുത്. ഞാൻ 10 മിനിറ്റിന് കൂടി എടുത്തിട്ടില്ല, 5 മിനിറ്റ് ഇതിന് എടുത്തിട്ടുള്ളൂ. എന്റെ മുമ്മണി വലിയ നോട്ടീസിന്. ഇങ്ങനത്തെ എത്ര നോട്ടീസ് ഞങ്ങൾ കണ്ടതാ. ഈ ജാതി വിളവൊന്നും ഞങ്ങളെടുത്ത് വേണ്ട. അവന് പഠിക്കാനാണെങ്കിൽ നമ്മളെടുത്ത് ഒന്ന് ചോദിച്ചാൽ മതി. ഇത് പഠിക്കാനുള്ള ഫിത്തന ഉണ്ടാക്കാൻ അതോടെ നോട്ടീസിൽ ഇറക്കി. ഇത് ഈ സുന്നി പ്രവർത്തകൻ എന്ന് വാരം തലീക്കത്തേറായിരുന്നു മുസ്ലിയാരാ. ഓന് പേര് വെക്കാൻ ധൈര്യമില്ലാത്തോണ്ട് സുന്നി പ്രവർത്തകൻ നോക്കുക. സുന്നി എന്ന് പറഞ്ഞാൽ സുന്നത്ത് എടുക്കണോനാ. നിങ്ങളെ സുന്നി എന്ന് പറയുന്നത് പല്ലില്ലാത്ത പല്ലൻ എന്ന് വിളിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ സുന്നിയല്ല, നിങ്ങൾ ബിദഅയാണ്, യാതൊരു സംശയവുമില്ല. പിന്നെ ചന്നി എന്ന് പറയാം. അത് കുറച്ച് കുഴമ്പൊക്കെ ഒഴിഞ്ഞ് നല്ലോണം ഒഴിച്ചിലൊക്കെ നടത്തിയാൽ മതി. ഖുർആനും ഹദീസുമാകുന്ന കുഴമ്പ് കുറച്ചിട്ട് ഒഴിയാണ് ഈ പേങ്ങള്. ചില ആൾക്കൊക്കെ ചന്നി മാറിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, ചില ആൾക്ക് മാറിയിട്ടില്ല. ഞാൻ നീട്ടിപ്പറ്റി സംസാരിക്കുന്നില്ല, ഞാൻ നിർത്തുകയാണ്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിൽ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ. സ്വന്തം കൈകൾ കൊണ്ട് ചില കിറ കിതാബുകൾ എഴുതി ഉണ്ടാക്കുകയും, പുരോഹിതന്മാരുടെ സ്വഭാവം പറയാണ്, എന്നിട്ട് അത് അല്ലാഹുവിൽ നിന്നാണെന്ന് പറയുകയും ചെയ്യുന്നവർക്ക് നാശം. എന്തിനു വേണ്ടി? തുച്ഛമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി. ഫവൈലുൽ ലഹും ബിമാ കതബത് ഐദിഹിം, അവരുടെ കൈകൾ കൊണ്ട് അവർ എഴുതിയുണ്ടാക്കിയവർക്ക് നാശം. ഫവൈലുൽ ലഹും ബിമാ യക്സിബൂൻ, അവർ സമ്പാദിച്ചതിനും നാശം. ഇനി ഇവിടെ പുറത്ത് എഴുതി വെച്ചിട്ടുള്ള ഒരു ബോർഡിലുണ്ട്. ആ ബോർഡിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുകൂടി ഞാനൊന്ന് പരാമർശിക്കാൻ ഉദ്ദേശിക്കുകയാണ്. എത്ര മിനിറ്റ്? 5 മിനിറ്റ് ഉണ്ട്. എന്താ പറഞ്ഞിരുന്നതറിയോ? സുന്നികളെ കൊല്ലണം എന്ന് അൽമനാറിൽ പറഞ്ഞിരിക്കുന്നു. അതായത് ജാറകളിൽ പോയിട്ട് അവിടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് ഫലമുള്ളതാണെന്ന് വിശ്വസിക്കണോനെ കൊല്ലണം. അത് സുന്നികളെ കൊല്ലണം എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാമിക ഗവൺമെന്റ്, യഥാർത്ഥ ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ള സ്ഥലത്താണെങ്കിൽ നിങ്ങളെ കൊല്ലന്നെ ചെയ്യും. യാതൊരു സംശയമല്ല. അത് ഇബ്നു തൈമിയ എഴുതിയതാ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ യഥാർത്ഥ ഇസ്ലാമിക ഭരണകൂടങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്നവൻ ജാറത്തിലേക്ക് നേർച്ച നേരുകയും അവിടെ പോയി അള്ളഹാനോട് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ജാറത്തിലുള്ളവനോട് ചോദിക്കുകയും ചെയ്താൽ ഓനോട് തൗബ ചെയ്യാൻ വേണ്ടി പറയും. ഓന് തൗഹീദ് പറഞ്ഞു കൊടുക്കും. എന്നിട്ടും അവൻ തൗബ ചെയ്ത് മടങ്ങുന്നില്ലെങ്കിൽ ഇസ്ലാമിക ഗവൺമെന്റ് അവനെ തട്ടും. സംശയമൊന്നുമില്ല. അത് ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ബേജാറാണ്ട, നിങ്ങളപ്പോ ഞങ്ങൾ തട്ടാനൊന്നും വരുന്നില്ല. കബറുകൾക്ക് നേർച്ച നേർന്ന് അതിന്റെ ബാക്കിയാണ്. പിന്നെ പറഞ്ഞത് ശ്രീശങ്കരാചാര്യരുടെ അദ്വൈതത്തിൽ വിശ്വസിച്ച ആളാണ് മൊയ്യദ്ദീൻ ശൈഖ്. നിങ്ങൾ അൽമനാറിനുണ്ടല്ലോ, നിങ്ങളെ മാലി പറഞ്ഞ മൊയ്യദ്ദീൻ ശൈഖ് അദ്വൈതവാദി തന്നെയാണ്. പക്ഷെ യഥാർത്ഥ മൊയ്യദ്ദീൻ ശൈഖ് അതല്ല. അത് അതേ അൽമനാർത്തെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അബുൽ ഹസൻ അലി നദ്വിയുടെ ഒരു ലേഖനം, അതില് അദ്ദേഹം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ പ്രശംസിച്ചിട്ടുണ്ട്. മാലയിൽ പറയുന്നത് ഖാദി മുഹമ്മദ് എന്ന് പറഞ്ഞ കോഴിക്കോട്ടുകാരന്റെ ഭാവനയിൽ രൂപം കൊണ്ട കള്ള ശൈഖാണ്. യഥാർത്ഥ മൊയ്യദ്ദീൻ ശൈഖ് ബഗ്ദാദിൽ ജീവിച്ച ഒരു സൂഫി പണ്ഡിതനായിരുന്നു. അദ്ദേഹം തൗഹീദുള്ള ആളായിരുന്നു. സൂഫിസത്തിന്റെ ചില അബദ്ധങ്ങൾ ഉണ്ടെന്നല്ലാതെ ഒരു നല്ല പ്രബോധകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ഞങ്ങൾ പേര് പറയുമ്പോ റഹ്മഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തിന് കരുണ ചെയ്യട്ടെ എന്ന് പറയും. പക്ഷെ നിങ്ങളെ മാലയിൽ പറയുന്നതല്ല. എന്നോട് ഏകൽ ഊടയവൻ തന്റെ ഏകൽ ആകെന്ന് ഞാൻ ചൊൽകിൽ ആകും അതെന്നോവർ. അല്ല പറയണത് ഞാൻ പറയുന്നത് ഒരുമാതിരിയാണ്. അല്ല കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും, ഞാൻ പറഞ്ഞാലും ഉണ്ടാവും. അപ്പൊ അള്ളാഹ്ക്ക് തുല്യനായി അവതരിപ്പിച്ചത് അല്ലെ? അത് മാത്രല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നബി അള്ളാഹു നബിയുടെ പ്രകാശം ആദ്യം സൃഷ്ടിച്ചു, ആ കൂടെ തന്നെ മൂപ്പരുണ്ട് എന്നാ. അപ്പൊ എന്നും ഉള്ളവൻ അതാരാ? അപ്പൊ അള്ളാഹ്ക്ക് ബദലായിട്ടുണ്ടാക്കിയതാ. അപ്പൊ ഞാൻ നേരത്തെ ചെല്ലേ പുതിയ മുഹിയത്തീമാല, അതിൽ പറഞ്ഞതറിയോ? പഴയ മുഹിയത്തീമാലയിൽ പറയപ്പെട്ടിട്ടില്ലാത്ത ശൈഖ് അവറുകളെ 99 പേരുകളും പലവിധ കശ്ഫ് കറാമത്തുകളും ഉൾപ്പെടുത്തി രചിക്കപ്പെട്ട ഫാട്ടാകുന്നു ഇത് എന്നാ. അപ്പൊ അള്ളാഹു 99 പേര്, മൂപ്പർക്കും 99. ഇങ്ങനെ അള്ളാഹുവിന് തുല്യമായി ശൈഖിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ചൊല്ലി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ശങ്കരാചാര്യരുടെ അദ്വൈതത്തിൽ ഇദ്ദേഹം സ്വാധീനിക്കപ്പെട്ടിരുന്നോ എന്ന്. അത് യഥാർത്ഥ ശൈഖല്ല, അത് ഖാദി മുഹമ്മദിന്റെ ഭാവനയിൽ രൂപപ്പെട്ട കള്ള ശൈഖാണ്. യഥാർത്ഥ മുയ്യദ്ദീൻ ശൈഖിനെ പ്രശംസിച്ചുകൊണ്ട് അത് അൽമനാറിൽ ലേഖനം വന്നിട്ടുണ്ട്. തൊട്ടടുത്ത അൽമനാറിൽ ഇങ്ങനെ 2 രൂപത്തിൽ ശൈഖിനെ വിലയിരുത്തിയവരുണ്ട്. യഥാർത്ഥത്തിൽ അബുൽ ഹസൻ അലി നദ്വി പറഞ്ഞതുപോലെ ആണ് സലഫികൾ സ്വീകരിക്കുന്നത്. യഥാർത്ഥ മുയ്യദ്ദീൻ ശൈഖിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നുവെന്ന് അന്നത്തെ ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് മൗലവി അൽമനാറിന്റെ അവസാനത്തെ പേജിൽ ഷെയ്ഖ് ജീലാനി റഹിമഹുല്ലാ എന്ന പേരിൽ ഒരു കുറിപ്പും എഴുതിയിട്ടുണ്ട്. പിന്നെ മൊയ്യത്തീൻ മാല എന്ന് പറഞ്ഞിട്ടില്ലേ? മാലങ്ങള് കോളുണ്ടാക്കാതെ നിങ്ങൾ മൊയ്തിമാല ഇല്ലൂല. അപ്പൊ മൊയ്യദ്ദീൻ മാലല്ല, തീമാലയാണ്. അതിലെന്താ? തീനില്ലാതെ നിങ്ങൾ മൗലിദിയല്ലോ, മാല ചെല്ലോ, അതിനോടനുബന്ധിച്ച് കോളുണ്ടാക്കണം, നല്ല ഫുഡ് ഉണ്ടാക്കണം. അതുകൊണ്ട് മൊയ്യദ്ദീൻ അല്ല, മൊയ്യത്തീനാണ്. അത് മൊയ്യദ്ദീൻ ശൈഖിനെ പറ്റിയല്ല, നിങ്ങൾ ഉണ്ടാക്കിയ മാലയെ കുറിച്ചാണ്. ഖാദി മുഹമ്മദ് ഉണ്ടാക്കിയ കള്ളമാലയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്.
പിന്നെ MCC അഹമ്മദ് മൗലവി എന്നൊരാളുണ്ടായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൽ. അദ്ദേഹം ഒരു സ്വന്തമായിട്ടൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകം ഇറക്കുന്ന സന്ദർഭത്തിൽ തന്നെ അന്നത്തെ പ്രസിഡന്റായ KM മൗലവിയെ കാണിച്ച്, അന്നത്തെ ജമിയത്തുൽ ഉലമയുടെ നേതാവായിരുന്ന KM മൗലവിയെ കാണിച്ചപ്പോ ഇതിൽ 20 സ്ഥലത്ത് തെറ്റുണ്ട്, അത് തിരുത്തണം എന്ന് പറഞ്ഞു. മൂപ്പരെ തിരുത്താതെ പ്രസിദ്ധീകരിച്ചു. അതോടുകൂടി ഞങ്ങൾ ആ ബുക്ക് വിട്ടു. എന്നിട്ട് അതാണ് ഇപ്പൊ പറഞ്ഞെടുക്കണത്. മുന്നും പിന്നും മാത്രം മറച്ചാൽ മതി, നിസ്കരിക്കാൻ നയിലുണ്ട്. നിങ്ങളെ ഫിഖിന്റെ കിതാബിലില്ലേ, നിങ്ങളൊന്ന് നിഷേധിക്കും, നിങ്ങളെ 4 മതമൊന്നും ഞങ്ങൾ തെളിയിക്കും. അത് നിങ്ങളതൊന്നും ഞങ്ങളെ കൊണ്ട് മാന്തി പുറത്തിയടിക്കണ്ട. ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞാ നിങ്ങൾ അകത്തരച്ച് കലക്കുന്ന ഉദ്ധരണികൾ നിങ്ങളെ തലക്കുമ്പുറത്തുള്ള കിതാബിലുണ്ട്. നാട്ടുകാരെ ചോറും നിന്ന് നിങ്ങൾ ഓതുന്ന കിതാബിൽ നിങ്ങൾ മൂടി വെച്ച 100 കണക്കിന് സത്യങ്ങൾ ഞങ്ങൾക്ക് ഈ നാട്ടിൽ വിളിച്ചു പറയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അവസരമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും സംസാരിക്കാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഗ്‌രിബിന് ശേഷം ഇൻഷാ അല്ലാഹ് എന്റെ സുഹൃത്ത് അഹമ്മദ് അനസ്, അദ്ദേഹം മുസ്ലിയാരായി ജീവിച്ച് സക്കാഫിയാകാൻ പോയി തിരിച്ചു പോന്ന ആളാണ്. അപ്പൊ അദ്ദേഹം കൂടെ കിടന്നുവല്ലേ രാപ്പനി കൂടുതൽ അറിയാം. മൂപ്പര് വിശദീകരിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് കേൾക്കാം, മനസ്സിലാക്കാം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖന ഇത്തിബാഅ വഅരിനൽ ബാതില ബാതിലൻ വർസുഖന ഇജ്തിനാബ. وصلى الله على نبينا المصطفى محمد وعلى اله وصحبه اجمعين واخر دعوانا الحمد لله رب العالمين. السلام عليكم.